അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയുടെ ഈ ഒരു ഫ്രീ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഫോക്കസ് അക്കാദമി കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഫ്രീ വെബിനാറിന്റെ ഒന്നാമത്തെ സെഷനിലാണ് നമ്മളുള്ളത്. സ്വാഭാവികമായിട്ടും ആദ്യ സെഷൻ എന്ന നിലയിൽ ആമുഖമായി ഏതാനും ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട പഠിതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ബലാഗയാണ്, എന്നുവെച്ചാൽ റെട്ടോറിക് എന്ന ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ആമുഖമായി ഏതാനും ചില കാര്യങ്ങൾ എന്നുവെച്ചാൽ നമ്മുടെ കൂട്ടത്തില് കേഡറ്റിന് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ പഠിതാക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു എക്സാമിനോട് അടുത്ത സന്ദർഭം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഫ്രീ വെബിനാർ എന്ന് കേട്ടപ്പോൾ എന്നാൽ ഏതായാലും ഇതുവരെ പഠിക്കാൻ സാധിച്ചില്ല, ഈ ഒരു വെബിനാറിലൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്ന രൂപത്തിൽ ഒരു പക്ഷേ ഈ ഒരു വെബിനാറിലൂടെ മാത്രം എന്തെങ്കിലുമൊക്കെ കേട്ടറ്റ് എക്സാമിന് സഹായകമാവും എന്ന രൂപത്തിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. പിന്നെ ഇപ്പോ സമീപമായിട്ട് വന്ന കോടതി വിധി അനുസരിച്ചുകൊണ്ട് നേരത്തെ ഒരു പക്ഷേ സർവീസിൽ മറ്റു ഉന്നതമായ പല യോഗ്യതകളും വെച്ചുകൊണ്ട് സർവീസിൽ കയറുകയും എന്നാൽ കേട്ടറ്റ് ഇപ്പോ ഇനി നിർബന്ധമാണ്, അല്ലെങ്കിൽ തന്റെ സർവീസിനെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേട്ടറ്റ് എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്തേ തീരൂ എന്ന രൂപത്തിൽ ഒരുപക്ഷെ ഈ ഒരു വെബിനാർ വീക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പക്ഷെ നേരത്തെ ഒരു പക്ഷെ കേട്ടറ്റിനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്തായിരുന്നാലും കിട്ടിയേ തീരൂ, എന്നാലോ അത് മുമ്പൊക്കെ ചിലപ്പോൾ എഴുതി നോക്കിയതനുസരിച്ച് അതൊക്കെ പെട്ടെന്ന് സാധ്യമാവുന്ന ഒന്നുമല്ല, കാരണം ടച്ചൊക്കെ വിട്ട ആളുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പല മൈൻഡോട് കൂടിയിട്ട് ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ ആണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് എല്ലാവരും നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തു മാറ്റേണ്ടത് ഈ കേട്ടറ്റ് നേടുക എന്നുള്ളത് അത് ഇമ്പോസിബിൾ ആണ് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും നമ്മൾ എടുത്തു മാറ്റണം. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇത് ഈ ഒരു ഇമ്പോസിബിൾ എന്നുള്ളത് നമ്മൾ പലയിടത്തും നമ്മൾ കാണുന്നതാണല്ലോ. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. പോസിബിൾ ആണ്, എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എപ്പോഴും പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും മറ്റൊക്കെ കേൾക്കുന്നതാണ്. പക്ഷെ നമ്മളിത് പറയുന്നത് വെച്ചാൽ നമ്മളുടെ കഴിഞ്ഞ കാല എക്സ്പീരിയൻസ് അനുസരിച്ച് കൊണ്ടാണ് പറയുന്നത്. എത്രയോ ആളുകൾ 15 വർഷമൊക്കെ പഠനത്തിന് ശേഷം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് പിന്നീട് നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തു ശേഷം PSC വഴി ജോലിയിൽ പ്രവേശിച്ച ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ സംഗതി ഒന്നുമില്ല, മറിച്ച് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് അറബി പഠിച്ച ആളുകൾ എന്ന നിലയിൽ എല്ലാവരോടും പറയാനുള്ളത്, കുറച്ച് സമയം നമ്മളൊന്ന് ചെലവഴിക്കാൻ സന്നദ്ധരാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അതിന് നമുക്കൊക്കെ അറിയാം, എന്തിനും വേണ്ടത് നമ്മുടെ ഹാർഡ് വർക്കാണ്. ഇന്ന് അല്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് നാളെ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള ഹാർഡ് വർക്കുകളാണ് പലരുടെയും ഇന്നത്തെ വിജയമായി മാറിയിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് സമയം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുന്നത് വരെ നമ്മളെല്ലാവരും
പഠന വീതിയിൽ ഉണ്ടാവണം എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തെ തിരക്കുകൾ ഉണ്ടാവും, കുടുംബവുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ആളുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അല്പസമയം നീക്കി വെക്കാൻ സാധിക്കും. അങ്ങനെ നീക്കി വെച്ചാൽ ഇൻഷാ അള്ളാ നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇതിലിപ്പോ ജോലി ചെയ്യുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഈ ഒരു ഞാനിപ്പോ കാണിച്ച സ്ലൈഡ്. എന്നാൽ പുതുതായി ജോലിയിലേക്ക് പ്രവേശിക്കണം എന്ന താല്പര്യത്തോടു കൂടി കാറ്ററ്റ് എഴുതുന്ന ആളുകളോടാണ്. നമ്മൾ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്യുന്നത് നമുക്കറിയാം LP അല്ലെങ്കിൽ UP, അതല്ലെങ്കിൽ HS അല്ലെങ്കിൽ HST, ഈ തലങ്ങളിലേക്ക് യോഗ്യത നേടാൻ, അവിടെ അറബിക് അധ്യാപകരാവാനുള്ള മിനിമം യോഗ്യത നേടാനാണ് ഇപ്പൊ നമ്മൾ കാറ്ററ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ആവുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു LP അധ്യാപകന് അതേപോലെ തന്നെ UP അധ്യാപകന് ലഭിക്കുന്ന ശമ്പള സ്കെയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ മിനിമം സാലറി എന്ന് പറയുന്നത് 35,600 പ്ലസ് TA DA ഒക്കെ ആയിട്ട് ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിലവിലുള്ളതനുസരിച്ച് 40,000 രൂപയോളം എന്ത് ചെയ്യും സാലറി ആയിട്ട് ലഭിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിവേല അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഈ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും മറ്റൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. കഠിനാധ്വാനമാണ് പലപ്പോഴും പലരും ചെയ്യാറുള്ളത്. കാരണം സ്കൂളിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും വീട്ടിലെത്തിയാലും ഡ്യൂട്ടി ആയിരിക്കും. എന്നാൽ നമുക്ക് കിട്ടുന്ന വേതനം എത്രയും നമുക്കറിയാം. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലീവ് എടുത്താൽ അതിന് ശമ്പളം കട്ടാവുമോ എന്നുള്ള പേടി അല്ലെ? അങ്ങനെയൊക്കെയാണ് നമ്മൾ പലരും മുന്നോട്ട് പോകുന്നത്. എന്നാലും നമുക്ക് സാലറി ഇപ്പൊ ഈ പറഞ്ഞ 40,000 ഉണ്ടോ നമുക്കറിയാം ഇല്ല എന്നുള്ളത്. എന്നാൽ ജസ്റ്റ് ഒരു LP സ്കൂൾ അധ്യാപകൻ, ഒരു അറബിക് അധ്യാപകനായാൽ ലഭിക്കുന്ന അയാൾക്കുള്ള സാലറിയാണ് ഇപ്പൊ ഈ പറഞ്ഞ 40,000 എന്ന് പറയുന്നത്. അതിൽ തന്നെ ആഴ്ചയിൽ 2 ദിവസം ഇപ്പൊ ലീവ് ഉണ്ട് അല്ലെ? അതിപ്പോ ഒരു ദിവസം കുറയ്ക്കാനുള്ള പരിപാടി ഉണ്ട് എന്നും കേൾക്കുന്നുണ്ട്, ഇല്ല എന്നും കേൾക്കുന്നുണ്ട്. ശനിയാഴ്ച വർക്കിംഗ് ഡേ ആക്കാനും ആക്കാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോ ഉള്ളതനുസരിച്ച് ആഴ്ചയിൽ 2 ദിവസം ഒഴിവ്, പിന്നെ കലണ്ടറിലുള്ള മറ്റു ചോപ്പ് അവധികൾ എന്ന് വെച്ചാൽ ഗാന്ധി ജയന്തി, അതുപോലെ തന്നെ ആഗസ്റ്റ് 15 തുടങ്ങിയിട്ടുള്ള അവധികൾ. പിന്നെയോ ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ, 2 മാസത്തെ വേനൽ അവധി. ഇതൊക്കെ സാലറിയോട് കൂടിയുള്ള ലീവാണ്. അധ്യാപകർക്ക് ലഭിക്കുന്ന ഒരു വളരെ വലിയ നേട്ടമാണ് എന്നർത്ഥം. ഇതിനും പുറമെ പിന്നെ കാഷ്വൽ ലീവായിട്ട് 15 ലീവ് ഒരു വർഷത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു അധ്യാപകനായാൽ നമുക്ക് ലഭിക്കുന്ന ഗുണമാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇനിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. കാരണം നമ്മളിപ്പോ കേട്ടറ്റിന് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ തന്നെ കുറച്ചുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നോട്ട് ഒന്നുകൂടി വ്യവസ്ഥാപിതമാക്കിയാൽ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്ത ഉടനെ നമുക്ക് അടുത്ത വരുന്ന PSC എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു PSC എക്സാം എഴുതാനും സാധിക്കും. അപ്പൊ കുറച്ചുകൂടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇപ്പൊ ഈ കാറ്ററ്റിന് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായി ഒന്നുകൂടെ പഠിക്കേണ്ടി വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു കാറ്ററ്റ് വഴി പിന്നെ ഈ ഒരു PSC വഴി നമ്മുടെ സ്വപ്നമായ ഈ ഒരു അറബിക് അധ്യാപകനാവുക അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം പൂവണിയാൻ സാധിക്കും. അതിനാര് തന്നെ ഒരുങ്ങണം, നമ്മൾ ഓരോരുത്തരും തന്നെ ഒരുങ്ങണം. വേറെ ആരെങ്കിലും ഒരുങ്ങിയിട്ട് കാര്യമില്ല. നമ്മളെ പ്രേരിപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടിട്ട് എഴുതാൻ. അതുപോലെ തന്നെ നമുക്ക് ജോലി എങ്ങനെയെങ്കിലും ലഭിക്കണം എന്ന രൂപത്തിൽ നമ്മളെ പിന്നിൽ നിന്ന് തള്ളിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവര് വിചാരിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും കേട്ടിട്ട് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അത് തീരുമാനിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം. അപ്പൊ നമ്മുടെ ഗോള് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം എന്നർത്ഥം. അതനുസരിച്ച് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വഴി എളുപ്പമാവുക തന്നെ ചെയ്യും. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലെ? നമുക്കൊരു സംഗതി നേടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കറിയാം അതിലേക്കുള്ള ഓരോ വഴികൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് തെളിയും. ഏറ്റവും സിമ്പിൾ ആയ ഒരു ഉദാഹരണം എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. നമ്മൾ ദിനേന യാത്ര ചെയ്യുന്നവരായിരിക്കും ഒരു പക്ഷെ ഒരു റൂട്ടിലൂടെ. ആ റൂട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ പല കാഴ്ചകൾ അവിടെ അങ്ങനെ കാണുന്നുണ്ടാവും. ബസ്സിൽ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ എന്നും കാണുന്ന പല കാഴ്ചകളുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു പ്രത്യേക എയിം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ആ യാത്രയിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഇപ്പോ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ
കുടുംബിനികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാവുന്ന സംഗതിയാണെന്ത്, നമുക്കിപ്പോ അടുത്ത മാസം ഒരു വിവാഹമുണ്ട് എന്നൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു ഡ്രസ്സ് എടുക്കണം എന്ന് നമ്മുടെ മനസ്സിൽ മോഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ യാത്രയിൽ പിന്നെ അതുവരെ എല്ലാ ദിവസവും ആ വഴിയിലൊക്കെ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ടെക്സ്റ്റൈൽസിലെ അവിടെ പ്രദർശനത്തിന് വെച്ച നമ്മൾ ഉദ്ദേശിച്ച മോഡലുള്ള ഏതെങ്കിലും ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നാണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അത് മുതൽ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ വാഹനം ഉണ്ടായിരുന്നു, റോഡിൽ ഇഷ്ടംപോലെ വാഹനമുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച വാഹനങ്ങളുടെ വ്യത്യസ്ത മോഡലുകളും അതേപോലെ തന്നെ വ്യത്യസ്ത ടൈപ്പുകളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതെന്തേ കാരണം, നമ്മുടെ മനസ്സപ്പോഴാണ് ആഗ്രഹിച്ചത്. ഇതുപോലെ തന്നെയാണ് മറ്റാരെങ്കിലും നമ്മൾ പ്രേരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ ഇന്ന് തയ്യാറാവണം. എന്ത്, അടുത്ത കേട്ടറ്റ് എന്ന് പറയുന്നത് അത് ഞാൻ നേടിയിരിക്കും എന്ന് നമ്മൾ തീരുമാനിച്ച് അതനുസരിച്ച് നമ്മൾ പഠിക്കാനിരുന്നോ, സ്വാഭാവികമായിട്ടും നമുക്ക് പഠിക്കാൻ നമ്മൾ ഇരുന്നാൽ കുറെ പ്രതീക്ഷിക്കാത്ത പോയിന്റ്സ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതേപോലെ തന്നെ ഒരുപാട് മുഷിപ്പ് നമുക്ക് ഒഴിവായി കിട്ടും. പലപ്പോഴും നമുക്ക് പലർക്കും വേണ്ടിയിട്ട് നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മടിയുണ്ടാവുന്നത്. നേരെ മറിച്ച് നമ്മൾ തയ്യാറാവുകയാണ്, ഇഷ്ടം പോലെ സാമഗ്രികളും പഠന വസ്തുക്കളും നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ. ഇപ്പോ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, AI ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനൊക്കെ നമുക്ക് സാധ്യമാണ്. പിന്നെ ഫോക്കസിനെ പോലെയുള്ള കോച്ചിങ് സെന്ററുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെന്ന് തോന്നിയാലേ അതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ. അപ്പോ ഈ ഒരു രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാം, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റും. നമുക്ക് അറബിക്കിൽ കേട്ടറ്റ് നേടണമെങ്കിൽ നമുക്കറിയാം, സിലബസ് നമ്മളൊക്കെ കണ്ടവരായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്, അറബിക്കിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത്രയാണ്. എന്ന് വെച്ചാൽ താരിഖുൽ അദബുൽ അറബി. അതിപ്പോ ജാഹിലി കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് ആധുനിക കാലഘട്ടം വരെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം വരെ എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെയുള്ള അറബി സാഹിത്യ ചരിത്രം. അതിലിപ്പോ മൊത്തത്തിലുള്ള ചരിത്രമല്ല, മറിച്ച് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അടുത്തത് അറബിക് ഗ്രാമറാണ്, ഇൽമുൻ നഹവ്. അതിലും സിലബസിൽ പ്രത്യേകമായി പറയപ്പെട്ട ചില പ്രധാന ഏരിയകളുണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ അതേപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇൽമുൽ ബലാഗ, അതുപോലെ അതിനോട് കൂടെ തന്നെ എപ്പോഴും വരുന്നതാണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്, ഛന്ദശാസ്ത്രം എന്ന് പറയും, അഥവാ അറബിക് കവിതാശാസ്ത്രം. പിന്നെ അൽ അദബുൽ അറബി അൽ ഹിന്ദി, നേരത്തെ താരിഖുൽ അദബുൽ അറബി നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ പ്രത്യേകമായി നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചർ, അതിൽ തന്നെ കേരളത്തിലെ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ, അതായത് ചില പ്രധാനപ്പെട്ട അറബി സാഹിത്യത്തില്, അതേപോലെ തന്നെ അറബിക്കിൽ ഗ്രന്ഥം എഴുതിയിട്ടുള്ള പ്രധാന പണ്ഡിതന്മാര്, അതേപോലെ കവികള് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. ഒക്കെ നമുക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്. അത് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ അല്ലെ. ഉദാഹരണം ഇപ്പൊ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ പിന്നെ ഖാദി മുഹമ്മദിനെ കുറിച്ച്, അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ആലുവായി, അതേപോലെ ഉള്ള പ്രസിദ്ധരായ കുറച്ച് ആളുകളെ കുറിച്ച്, ഇപ്പോ പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ, അതേപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം അസ്വഗീർ, ഇവരെയൊക്കെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടതില്ല. പ്രാഥമികമായി അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള്, അതേപോലെ തന്നെ ആ ഗ്രന്ഥത്തിന്റെ സ്വഭാവം, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നോക്കി വെക്കേണ്ടതുള്ളൂ. പിന്നെ കേട്ടറ്റിൽ വളരെ പ്രധാനമായി വരുന്ന മറ്റൊരു ഏരിയയാണ് തുറുഖു തദ്രീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഇതിപ്പോ ടീച്ചിങ് മെത്തഡോളജി എന്നാണ് ഇതിന്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ അറബിക് പെഡഗോജി നമ്മുടെ സിലബസിൽ വരുന്നതാണ്, പ്രധാനമായി നമുക്ക് ചോദ്യത്തിൽ വരുന്ന ഒരു ഏരിയയാണ്. മറ്റൊന്ന് കുറച്ച് വരാറുണ്ട്, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കുമുള്ള ട്രാൻസ്ലേഷൻ. അതൊക്കെ വളരെ സിമ്പിൾ ആയ വേർഡ്സ് സാധാരണഗതിയിൽ കേട്ടറ്റിനൊക്കെ വരാറുള്ളൂ. അതുപോലെ തന്നെ അൽ മാലൂമാത്ത് അൽ ആമ്മ അനിൽ ആലമിൽ അറബി, എന്ന് വെച്ചാൽ അറബ് ലോകവുമായി ബന്ധപ്പെട്ട GK, അറബിക് GK. അതും സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ ഈ അറബ് രാജ്യങ്ങളുടെ നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഒന്ന് അറിയാന്നുള്ളതാണ്. ചിലപ്പോൾ അവിടുത്തെ നാണയങ്ങളെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കും. അതേപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങളിലെ അവിടുത്തെ
അതിന്റെ ക്യാപിറ്റല്, അങ്ങനത്തെ ഏതാനും ചില ബേസിക് ആയ വിഷയങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നോക്കി വെക്കേണ്ടതുള്ളൂ. ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ കേട്ടറ്റിന് വേണ്ടി അറബിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇതിന് പുറമെ പിന്നെ മലയാളം, അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ സൈക്കോളജി, അതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്രയും ഏരിയകൾ നമുക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ എല്ലാം ഇപ്പൊ എനിക്ക് നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചിലതൊക്കെ മാറ്റിവെക്കാം എന്ന് നമ്മൾ വിചാരിച്ച് ഏതാ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഏരിയയും നമ്മൾ വിടരുത്. കഴിയുന്ന ഏരിയ ഒക്കെ, ഇപ്പൊ താരീഖുൽ അദബുൽ അറബി ആയിരുന്നാലും, എൽമുൻ നഹവ് ആയിരുന്നാലും, അതേപോലെ തന്നെ ബലാഗയും അറുവതുമായിരുന്നാലും, ഇനി മാലൂമാത്ത് ആമയായിരുന്നാലും, ട്രാൻസ്ലേഷൻ ആയിരുന്നാലും, അതേപോലെ അറബിക് പെഡഗോജി ആയിരുന്നാലും, ഓരോന്നും നമ്മളോട് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ നോക്കണം. കാരണം നമുക്ക് ആവശ്യം 150 ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ. ടോട്ടൽ 150 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. അതില് 150 നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാന് 150 ഇപ്പൊ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 60%, 150ന്റെ 60% എന്ന് വെച്ചാൽ 90 മാർക്ക് വേണം. എന്നാൽ മിക്കവാറും ആളുകൾ ഈ ജനറൽ കാറ്റഗറിയിൽ ആവില്ല ഉണ്ടാവാം. കേട്ടറ്റിൽ അറബി എഴുതുന്ന മിക്കവാറും ആളുകൾ OBC വിഭാഗത്തിലായിരിക്കും ഉണ്ടാവാം. അപ്പോ ഈ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന SC, ST, അതേപോലെ തന്നെ OBC വിഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ആകെ 55% മാർക്കേ ലഭിക്കേണ്ടതുള്ളൂ. എന്ന് വെച്ചാൽ ആകെ 82 മാർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറബിക് ലിറ്ററേച്ചർ മിക്കവാറും ചെറിയ രൂപത്തിലെങ്കിലും മുമ്പേ പഠിച്ച ആളുകളാണ് നമ്മൾ. അതുപോലെ തന്നെ ഇൽമുൻ നഹവ് നമുക്ക് കുറച്ചൊക്കെ അറിയാം. പിന്നെന്താ വെച്ചാൽ നമ്മൾ ടച്ച് വിട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കുറച്ച് നമ്മളൊന്ന് സമയം ചെലവഴിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഈ 150-ൽ 82 മാർക്ക് എന്ന് പറയുന്നത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഒരുപാട് കാലം സർവീസ് ഉണ്ടായിട്ട് പോലും വീണ്ടും ഗവൺമെന്റ് എന്തുകൊണ്ട് ഇങ്ങനെ കേട്ടറ്റ് പാസ്സാവണം എന്ന് നിയമം വെക്കുന്നു ചോദിച്ചാൽ, ഇത് ഏത് പോലീസുകാരനും നേടിയെടുക്കാവുന്ന ഒന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആർക്കും നേടിയെടുക്കാവുന്നതാണ്, അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുൻധാരണകളൊക്കെ മാറ്റിവെച്ച് എനിക്ക് ഇത്തവണ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ തയ്യാറായാൽ ആർക്കും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്ന് വിചാരിച്ചോ നമ്മൾ സിമ്പിൾ ആക്കുകയും ചെയ്യരുത്. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. സാധാരണ ഇതിലൊക്കെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും പലർക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, അറബി പഠിച്ച ആളുകൾക്ക് പൊതുവെ ചിലപ്പോൾ ഉണ്ടാവുന്നത് സബ്ജക്ട് അത് എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അറബി നോക്കൂല. എന്നിട്ട് വേറെ സൈക്കോളജി അതേപോലെ ബാക്കിയുള്ളതൊക്കെ കുറച്ചൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, എക്സാമിന് പോകും. അപ്പൊ മനസ്സിലുള്ള എന്താ വെച്ചാൽ മുമ്പത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് കിട്ടുന്നതല്ലേ എന്നുള്ള ധാരണയിലാണ് പോവുക. പക്ഷേ അവിടെയാണ് നമ്മൾ ആ ധാരണ നമ്മൾ തിരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ നമുക്ക് കിട്ടുന്നത് ശരിക്കും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കി കുറച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എന്ന് വെച്ചാൽ അതിനാണ് പ്രത്യേകം സിലബസ് ഉണ്ടാവും ഓരോന്നിനും. കേട്ടറ്റിന് പ്രത്യേകം സിലബസ് ഉണ്ട്, PSC എക്സാമിനുണ്ട്, അതുപോലെ തന്നെ നെറ്റ് എഴുതുകയാണെങ്കിൽ അതിനുണ്ട്, സെറ്റിനുണ്ട്. അപ്പോൾ ആ സിലബസ് എന്ത് എന്നുള്ളത് കൃത്യമായി പരിചയപ്പെടാനും എന്നിട്ട് ആ സിലബസ് ഓറിയന്റഡ് ആയി നമ്മൾ പഠിക്കാനും തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം എത്രയോ വർഷങ്ങൾ എനിക്കറിയാം, 13 തവണയൊക്കെ സർവീസിലുണ്ട്, അവർക്ക് കേട്ടറ്റ് കിട്ടൽ നിർബന്ധമാണ്. എന്നിട്ട് 13 തവണ കേട്ടറ്റ് എഴുതിയിട്ട് കിട്ടാത്ത ഒരാളെ എനിക്കറിയാം. പൈസ കെട്ടി അവര് പിന്നെ ഇതേപോലെ ജോലിക്ക് പ്രവേശിച്ച ആളാണ്. പക്ഷെ അവരെന്ത് ചെയ്യില്ല, സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കൂല. എന്നാലോ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ച് ഫസ്റ്റ് തവണ തന്നെ ഈ 150-ൽ 130, 135 മാർക്കൊക്കെ വാങ്ങിയ ആളുകളും നമുക്ക് പരിചയത്തിൽ ഒരുപാടുണ്ട്. അപ്പൊ എന്താ വ്യത്യാസം ചോദിച്ചാൽ, സിലബസ് മനസ്സിലാക്കി അതനുസരിച്ച് കൃത്യമായി പഠിക്കാൻ ശ്രമിച്ചോ ആർക്കും നേടാവുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് അല്പസമയം ചെലവഴിച്ചുകൊണ്ട് പഠിച്ചാൽ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ ചിലർക്ക് ഒരു പക്ഷേ അംഗങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ തവണയൊക്കെ അത്യാവശ്യമൊക്കെ നന്നായി നോക്കിയിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് നേടാൻ സാധിച്ചില്ല എന്ന് പിന്നെ പരിതപിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ മൈൻഡുള്ള ചില ആളുകളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും. ആരും തീരെ നോക്കിയിട്ടൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. നോക്കിയിട്ടും കിട്ടാത്ത ആളുകൾ, അവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്, നിരാശരാവരുത്. കാരണം നിരാശ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല.
കിട്ടൂല എന്ന് നമ്മൾ എന്തായാലും പറയരുത്, കാരണം ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചതിൽ എന്തോ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി പ്രധാനമായിട്ടും സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുക. പിന്നെ എത്ര നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചാലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ കാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് പരിശോധിക്കണം. അഥവാ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടെ നമ്മൾ പരിശോധിച്ചാൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പഠനം ഒന്നുകൂടി വ്യവസ്ഥാപിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിപ്പോ ഈ കേട്ടറ്റിന്റെ എക്സാം അടുത്തൊരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നല്ല ഇത്. എന്നാലും അഥവാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഈ കുറഞ്ഞ ദിവസങ്ങൾ ചെറിയൊരു മോട്ടിവേഷനോട് കൂടി ഒരു പക്ഷേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയും എന്നിട്ട് ഞാൻ അഥവാ കുറച്ച് ചിലപ്പോ ചെറിയ മാർക്കിനൊക്കെ മിസ്സായി പോവുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്രത്തോളം മാർക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിർത്തരുത്. അടുത്തൊരു കേട്ടറ്റിന് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്താൽ നമുക്കൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുകൂടി ഒരു ബോധ്യം ഉണ്ടാവാനാണ് ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇനി കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിയ ആളുകൾ അവര് സംശയത്തോടെ ചിലപ്പോൾ എന്താ വെച്ചാൽ പഠിക്കുന്നതിനനുസരിച്ച് ആദ്യ ഭാഗം പഠിച്ചോന്ന് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല, കുറെ മറന്നു പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിർത്തി വെക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ മുൻകാലത്ത് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ കേട്ടിട്ട് ഒഴിവാക്കി പോകാൻ തന്നെ കാരണം അതായിരിക്കും. കുറെ പഠിച്ചു നോക്കിയിട്ടുണ്ടാവും, പക്ഷെ കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അത് പഠിച്ചതാണെങ്കിലും തെറ്റിപ്പോവാ, അപ്പം ഇട്ട് എറിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴും നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ മുമ്പിലൊരു തടസ്സം ഉണ്ടായി എന്ന് വിചാരിച്ച് നമ്മൾ പിന്മാറി നിന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എത്തിയ സ്ഥാനത്ത് നമ്മൾ ഒരിക്കലും എത്തൂല. ഒന്നും വേണ്ട, നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. നമ്മൾ ജനിച്ചു വീണ് നടക്കാൻ തുടങ്ങിയ സമയം എത്ര തവണ നമ്മൾ വീണിട്ടുണ്ടാവും അല്ലെ? കുട്ടികളെ നമ്മൾ കാണാറുണ്ട്, ഒരുപാട് തവണ അവര് വീഴുന്നു, വളരെ വലിയ വീഴ്ചയാണ് വീഴുന്നത്, എന്നാൽ പോലും അവരവിടെ നിൽക്കുന്നില്ല. വീണ്ടും നടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഓടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്, വ്യത്യസ്ത രൂപത്തിലുള്ള പദവികളിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ വീഴ്ചകൾ സ്വാഭാവികമാണ്. ആ വീണിടത്ത് നിൽക്കാതെ നമ്മൾ മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ആ അർത്ഥത്തിൽ എല്ലാവരും എന്ത് ചെയ്യുക, വിജയ പാതയിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൽമുൽ ബലാഗ അഥവാ റിട്ടോറിക് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരു വലിയ വിഷയമാണ്. ഒരു ചെറിയ സമയം കൊണ്ട് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സാധ്യമാവുന്ന ഒന്നല്ല. എന്നാലും നിങ്ങൾ എത്ര സമയം ഇരിക്കുമെന്നറിയില്ല, പരമാവധി സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെ നമുക്ക് എങ്ങനെ സമീപിക്കാം എന്നാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഡിസ്കഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇൽമുൽ ബലാഗയെ കുറിച്ച് പറയുമ്പോൾ 3 ഭാഗങ്ങളാണ് ഇൽമുൽ ബലാഗക്ക് ഉള്ളത് എന്ന് നമുക്കറിയാം. ഇതില് സാധാരണഗതിയിൽ ഈ ഇൽമുൽ ബലാഗയിൽ ചോദ്യങ്ങൾ വരാറുള്ളത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഒന്ന് അതിന്റെ ആമുഖവുമായി ബന്ധപ്പെട്ട് ഇൽമുൽ ബലാഗ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന രൂപത്തിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇനങ്ങൾ, ഇൽമുൽ ബലാഗയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് വെച്ചാൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത്. നമുക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. അറിയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടാവുന്നതാണ്. അതുപോലെ തന്നെ വാദിഉ ഇൽമുൽ ബലാഗ എന്ന് വെച്ചാൽ ഇതൊരു വൈജ്ഞാനിക ശാഖയാണല്ലോ. അപ്പോ ഇതിന്റെ ഉപജ്ഞാതാവ്, ഈ ഒരു വൈജ്ഞാനിക ശാഖയുടെ പിതാവ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയാം. അപ്പോ ആ സ്ഥാപകനുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ചില മുസ്തലഹാത്തുകൾ, ചില സാങ്കേതിക പദങ്ങൾ, അതിന്റെ താരീഫുകൾ. ഉദാഹരണമായിട്ട് ഇപ്പോ ഇൽമുൽ ബലാഗയിലെ ഒരു ഇനമാണ് ഇൽമുൽ ബദിയ. അപ്പൊ ആ ഇൽമുൽ ബദിയയിൽ നമുക്ക് പഠിക്കാനുള്ള ചില സംഗതികളുണ്ട്. മുഹസ്സിനാത്തുൽ ലഫ്ളിയയും മുഹസ്സിനാത്തുൽ മഅനവിയയും എന്ന് വെച്ചാൽ പദപരമായ അലങ്കാരവും അതേപോലെ തന്നെ ആശയപരമായ അലങ്കാരവും. അപ്പോൾ ആ അലങ്കാരങ്ങൾ അതിലൊന്നാണ് ഇപ്പോ ജിനാസ് എന്ന് പറയുന്നത്. അത് പദപരമായ ഒരു അലങ്കാരമാണ്. അതുപോലെ തന്നെ ഇഖ്തിബാസ് മറ്റൊരു അലങ്കാരമാണ്. അതുപോലെ അസ്സജഅ് വേറൊരു അലങ്കാരമാണ്. ഓക്കെ, അപ്പോ അതിന്റെയൊക്കെ നിർവചനം എന്താണ്? എല്ലാം വളരെ സിമ്പിൾ ആണ്. നമ്മളൊന്ന് ചെറിയൊരു സമയം വെച്ചാൽ തന്നെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരാൾ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇൽമുൽ ബലാഗയിലെ ഏതൊക്കെയാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഇനങ്ങൾ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇൽമുൽ മആനി,
ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദിയാൻ. ഇവ മൂന്നുമാണ് നമുക്ക് ഈ ഒരു ഇൽമുൽ ബലാഗയിൽ പഠിക്കാനുള്ളത്. പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യുക, ചില ഉദാഹരണങ്ങൾ തരും, എക്സാമ്പിൾസ് തന്നിട്ട് അത് എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കും. എന്നുവെച്ചാൽ അത് ഏതാണ് എന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തരും. ഈ രൂപത്തിലാണ് കാര്യമായിട്ടും നമുക്ക് ചോദ്യങ്ങൾ ഈ ബലാഗയിൽ നിന്ന് വരാറുള്ളത്. അപ്പൊ നമുക്കിനി കുറച്ച് ചോദ്യങ്ങളിലൂടെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബലാഗയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ആ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കാം. എല്ലാവരും എന്ത് ചെയ്യാൻ വെച്ചാൽ ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഫോക്കസിന്റെ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയും. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഇവിടെ നമുക്ക് കേട്ടറ്റിനും ഇതേപോലെ ചോദ്യങ്ങൾ വരാം. ഒരു ചോദ്യവും അതിന് 4 ഓപ്ഷനും ഉണ്ടാവും. അപ്പൊ അവിടെ ABCD ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആൻസർ ആയി തോന്നുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പൊ A ആണ് ഒരാൾക്ക് തോന്നുന്നതെങ്കിൽ അത് A എന്ന് കൊടുക്കുക. അപ്പൊ ചിലരിങ്ങനെ വിചാരിക്കുന്നത് എന്തിനാണ് ഇപ്പത്, ഇതിപ്പോ നോക്കിന്നാ തന്നെ ഇത് സംഗതി മനസ്സിലാവില്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ടൈപ്പ് ചെയ്ത് വിടണമെന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ ഒരു സംഗതി ഇപ്പൊ ലൈവായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതിനോട് കൂടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ രൂപത്തിൽ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റിയിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 30% അല്ലെങ്കിൽ 40-50% ഒക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. എന്നാൽ പൂർണ്ണമായിട്ട് ഇതേപോലെ ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്ത് പോവുകയാണെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ അവിടെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ PDF ഇൻഷാല്ല ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് ആ PDF ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ആവും. ഇത് ഈ ഒരു എന്റെ ക്ലാസ്സിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, വരും ദിവസങ്ങളൊക്കെ നിങ്ങൾ ആ രൂപത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, കേട്ടിട്ട് ഇനി കിട്ടുന്നത് വരെ നമ്മുടെ മൈൻഡ് പഠനവുമായി തന്നെ എന്ത് ചെയ്യണം, ബന്ധിപ്പിച്ച് നിർത്തണം. എങ്കിലേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഖത്ത ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓരോ വൈജ്ഞാനിക ശാഖയും അവയുടെ ഉപജ്ഞാതാക്കളെയുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇൽമുൻ നഹ്വ് അബുൽ അസ്വദ് ദുഅലി, ഇൽമുൽ അറൂൽ അൽ ഖലീൽ ഇബ്നു അഹ്മദ്, ഇൽമുൽ ബലാഗ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി, ഇൽമുൽ തിബ്ബ് ഇബ്നുൽ അറബി. ഇങ്ങനെ 4 ഓപ്ഷനാണ് ഉള്ളത്. എല്ലാവരും ഓപ്ഷൻ D ആണ് തെരഞ്ഞെടുത്തത്. എന്ന് വെച്ചാൽ ഇൽമുൽ തിബ്ബ് ഇബ്നുൽ അറബി എന്നുള്ളതാണ് അവിടെ തെറ്റായിട്ടുള്ളത്, അല്ലെ? എന്ത് കാരണം? ഇൽമുൽ തിബ്ബ് ആരാണ് ഇപ്പൊ അതിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്? ഓക്കെ, ഇബ്നു സീനയാണ്, അല്ലെ? ഇബ്നു സീനയാണെങ്കിൽ അവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് അത് വരികയായിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ ഉപജ്ഞാതാവ് ഇബ്നു സീന എന്നാണെങ്കിൽ അവിടെ റെഡി ആയിരുന്നു. പക്ഷെ ഇബ്നുൽ അറബിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അപ്പൊ ചോദിച്ചത് തെറ്റാണ്. അപ്പൊ അതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതിനോട് കൂടെ ഓരോ വൈജ്ഞാനിക ശാഖയുടെയും ഉപജ്ഞാതാക്കളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അറിവുണ്ടാവണം. അതുകൂടെ ബോധ്യമാവാനാണ് ഇപ്പൊ ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം സാധാരണ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്കിപ്പോ ചിലപ്പോൾ ഇങ്ങനെ തന്നെ നേരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, മൻ ഹുവ വാദിഉ ഇൽമുൻ നഹ്വ് എന്ന് ചോദിക്കും. അതേപോലെ മൻ ഹുവ മുഅസ്സിസു ഇൽമുൻ നഹ്വ്, അങ്ങനൊക്കെ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ വരാറുള്ളതാണ്. അപ്പോ അബുൽ അസ്വദ് ദുഅലിയാണ്. ഇൽമുൽ അറൂൽ ആണെങ്കിലോ ഖലീൽ ഇബ്നു അഹ്മദ് ആണ്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഇൽമുൽ ബലാഗയാണ്. അതിന്റെ മുഅസ്സിസ് അല്ലെങ്കിൽ വാദിഉ എന്ന് പറയുന്നത് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. ഓക്കെ, ഇനി നോക്കൂ മറ്റൊരു ചോദ്യം. ഇതിപ്പോ മുമ്പ് സെറ്റ് എക്സാമിനേഷന് ചോദിച്ചതാണ്. കേട്ടറ്റ് ആയിരുന്നാലും സെറ്റ് ആയിരുന്നാലും PSC ആയിരുന്നാലും നെറ്റ് ആയിരുന്നാലും ഇതൊക്കെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം എല്ലാം ഒരേ രൂപത്തിലാണ് വരാറുള്ളത്. എന്ന് വെച്ചാൽ ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ ഏകദേശം സെയിം ആയിരിക്കും. കാരണം ഇപ്പോ നമ്മളാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണെങ്കിൽ, നമ്മളിപ്പോ അറബിക്കിന്റെ ഒരു തലപ്പത്തുള്ള ആളാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്തായിരിക്കും, മുമ്പ് വന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും ഒന്ന് ചോദ്യം ഇടാനും അതേപോലെ തന്നെ മാതൃക നമുക്ക് ലഭിക്കാനും. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദലായിലുൽ ഇഅ്ജാസ് എന്ന് പറയുന്നത് പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അത് എഴുതിയത് ആര് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കിതാബുൻ അല്ലഫഹു അൽ ഖാദി എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ പലതും ഇവിടെ തെരഞ്ഞെടുത്തായി കാണുന്നുണ്ട്. ചിലരിങ്ങനെ എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം അഥവാ ഞാൻ ചെയ്താൽ തെറ്റോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. തെറ്റിക്കോട്ടെ, തെറ്റ് എന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല.
അതേപോലെ മുകളിൽ ചിലരൊക്കെ എന്ത് ചെയ്തു, ഒരു ഓപ്ഷൻ ഇട്ടെന്ന് വിചാരിച്ചാൽ നമ്മളത് വിടണമെന്നില്ല. നമുക്ക് ഏതാണോ തോന്നുന്നത് അത് വിടുക. അപ്പൊ ഇനിയിപ്പോ തെറ്റിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തെറ്റിയത് പിന്നെ നമ്മൾ ഒരിക്കലും മറക്കൂല. ഇത്രയും ആളുകൾക്കിടയിൽ തെറ്റിച്ച ഒരു സംഗതി ആയതുകൊണ്ട് നമ്മൾ മറക്കൂല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തെറ്റിയാൽ ഒരു കുഴപ്പമില്ല. ഈ ആളുകളൊക്കെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളവർക്ക് വന്ന ആളുകളാണ് ഈ ലൈവിൽ പങ്കെടുക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ നമുക്ക് തെറ്റിയാലും നമ്മൾ കേട്ടിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് തെറ്റരുത്, അതേ നമ്മൾ വിചാരിക്കേണ്ടതുള്ളൂ. ഇവിടെ തെറ്റിക്കോട്ടെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ തെറ്റിയാൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കാൻ സഹായകമാവും. ഓക്കെ, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ബലാഗയിൽ തന്നെ അദ്ദേഹം എഴുതിയ 2 ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് എന്ത്, ദലായിലുൽ ഇഅ്ജാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് അസ്റാറുൽ ബലാഗയാണ്. അസ്റാറുൽ ബലാഗ, അതേപോലെ തന്നെ ദലായിലുൽ ഇഅ്ജാസ്. ഇവ രണ്ടുമാണ് ഈ ഒരു ഇൽമുൽ ബലാഗയുടെ വിഷയത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള 2 ഗ്രന്ഥങ്ങൾ. അത് ഇൽമുൽ ബലാഗയിൽ എഴുതിയിട്ടുള്ളതല്ല, മറിച്ച് ഉലൂമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ്. പക്ഷെ അതിലേറ്റവും അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയം ഇൽമുൽ ബലാഗയിലെ ഇൽമുൽ മആനിയും അതേപോലെ തന്നെ ഇൽമുൽ ബയാനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇൽമുൽ ബലാഗയുടെ മുഅസ്സിസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. കഴിഞ്ഞ ചോദ്യത്തിൽ ആരാണ് ഈ വൈജ്ഞാനിക ശാഖയുടെ ഉപജ്ഞാതാവ് എന്ന അർത്ഥത്തിലാണ് ഒരു ചോദ്യം കണ്ടത്. പിന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ഈ ഓരോ വൈജ്ഞാനിക ശാഖയിലെയും അതിന്റെ ഉപജ്ഞാതാക്കളുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില വിവരങ്ങൾ നമുക്കുണ്ടാവണം. അത് ബോധ്യപ്പെടാനാണ് 1-2 ചോദ്യങ്ങൾ എന്ത് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ വേറൊരു ചോദ്യം നോക്കാം. കാത്തിബുൻ അബ്ബാസിയുൻ യുറഫു ബി ഖലീഫത്ത യൗമിൻ വാഹിദ് വറായിദു ഇൽമിൽ ബദിയ. എന്നുവെച്ചാൽ അബ്ബാസി എഴുത്തുകാരനാണ്. അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് ഖലീഫത്ത യൗമിൻ വാഹിദ് എന്നാണ്. ഖലീഫത്തു യൗമിൻ വാഹിദ് എന്നുവെച്ചാൽ ഒരൊറ്റ ദിവസത്തെ മാത്രം ഖലീഫയാണ്. അതേപോലെ തന്നെ ഇൽമുൽ ബദിഇന്റെ റായിദുമാണ്. അതാരാണെന്നാണ്. ഓക്കെ, പല ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഏത് ആൻസർ ചെയ്തു അത് അഥവാ നമ്മൾ തെരഞ്ഞെടുത്തത് തെറ്റാണെന്ന് വിചാരിച്ചോളി, ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത്, ആൻസർ കാണിക്കുന്ന സമയത്ത് അഥവാ നമ്മുടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ശരിയുത്തരം കാണാൻ പറ്റും. ഇങ്ങനെ പലതും തെറ്റിയിട്ട് തന്നെയാണ് നമുക്ക് ശരിയിലേക്ക് എത്താൻ പറ്റുക. അങ്ങനെ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ കാണാൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇബ്നുൽ മുഅ്തസ്. ഇതിനോട് കൂടെ ഞാനൊരു കാര്യം കൂടി പറയാം. ഇതൊക്കെ നന്നായി അറിയുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, അല്പം ക്ഷമ കൈക്കൊള്ളണം. കാരണം പുതിയതായി ഇനി മുതൽ ഒന്ന് ഉഷാറായി ഒരുങ്ങണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ കൂടെ നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് എല്ലാവരെയും പരിഗണിച്ചാണ് നമ്മൾ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും പറഞ്ഞു പോകുന്നത്. അപ്പോ ഇബ്നുൽ മുഅ്തസ് ആണ് ഈ രൂപത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ആള്. എങ്ങനെ? അദ്ദേഹം ഒരൊറ്റ ദിവസമാണ് ഖലീഫയായി നിന്നിട്ടുള്ളത്. ഇൽമുൽ ബദീഅ എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക ശാഖയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. ഈ ഇൽമുൽ ബദീഅ എന്ന് പറയുന്നതാവട്ടെ ഇൽമുൽ ബലാഗയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇനമാണ്. ഇൽമുൽ ബലാഗ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 3 ഇനങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതിൽ ഒരു ഇനത്തിന്റെ റായിദ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് ആര്? ഇദ്ദേഹം. റായിദ് എന്ന് വെച്ചാൽ പയനിയർ എന്നാണ് അർത്ഥം. അപ്പോ ഇദ്ദേഹം അതിന്റെ മുഅസ്സിസ് എന്ന രൂപത്തിൽ തന്നെ നമുക്ക് പറയാം. ഈ ഇൽമുൽ ബലാഗയിൽ ഇൽമുൽ ബദീഇന്റെ മുഅസ്സിസ് ആണ് ആര്? ഇബ്നുൽ മുഅ്തസ്. ഇബ്നുൽ മുഅ്തസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു യഥാർത്ഥ പേരുണ്ടാവും അല്ല, അപ്പൊ അത് നമ്മൾ നോക്കി വെക്കണം. അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസ്. അബ്ബാസി കാലഘട്ടത്തിലെ ഖലീഫയാണ്. പക്ഷെ ഖലീഫ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞ പോലെ ഒരൊറ്റ ദിവസം മാത്രമേ അദ്ദേഹം ഖലീഫയായി നിന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഖലീഫത്തു യൗമിൻ വാഹിദ് എന്നും, അല്ലെങ്കിൽ ഖലീഫത്തു യൗമിൻ വലയില എന്നുവെച്ചാൽ ഒരു രാവും ഒരു പകലും മാത്രമേ അദ്ദേഹം ഖലീഫയായി നിന്നിട്ടുള്ളൂ. പ്രസിദ്ധനായ ഒരു കവിയാണ്, ഒരു നിരൂപകനാണ്, അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആര്? ഇബ്നുൽ മുഅ്തസ്, അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പലപ്പോഴും കേട്ടിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഈ ബലാഗയുമായി ബന്ധപ്പെട്ട് 2 ആളുകളെയാണ് ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ചോദ്യത്തിൽ കണ്ടത്. ഒന്ന് മുഅസ്സിസ് അല്ലെങ്കിൽ വാലിഅ അല്ലെങ്കിൽ റായിദു ഇൽമുൽ ബലാഗ,
എന്ന് പറഞ്ഞാൽ ആരാണ്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്ത മേഖല എന്ന് പറയുന്നത് ഇൽമുൽ ബലാഗയിലെ 2 ഭാഗങ്ങളാണ്, ഇൽമുൽ മആനിയും ഇൽമുൽ ബയാനും. പിന്നെ അടുത്തത് ഇൽമുൽ ബദീ ആണ്. അതിന്റെ റായിദ് അല്ലെങ്കിൽ അൽ മുഅസ്സിസ്, വാദിഅ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ളത് ആരാണ്? അബ്ദുല്ലാഹിബ്നുൽ മുഅത്തസ് ആണ്. ഓക്കെ, അപ്പൊ ഇവരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു നോട്ട് നമ്മുടെ അടുക്കൽ ഉണ്ടാവണം. ജസ്റ്റ് നമ്മൾ ഒന്നും വേണ്ട, വിക്കിപീഡിയ നോക്കിയാൽ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഇവരെ കുറിച്ച് പ്രാഥമികമായ വിവരങ്ങൾ കിട്ടും. എവിടെയാണ് ഇവർ ജനിച്ചത്, കാലഘട്ടം ഏതാണ്, പിന്നെ പ്രധാനപ്പെട്ട അവരുടെ വർക്ക് എന്ത്. അങ്ങനെ ഒരു നോട്ട് നമ്മുടെ അടുക്കൽ എന്ത് ചെയ്യണം? ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം ചർച്ച ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഒരു സമയത്ത് പ്രായോഗികമല്ല. എന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. ഇഖ്തരിഷാദ്, ഓട് വണ്ണായിട്ടുള്ളത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓട് വണ്ണായിട്ടുള്ളത് ഏത്? ഇഖ്തിബാസ്, മസ്ദർ, ജിനാസ്, മുഖാബല. നേരത്തെ പറഞ്ഞ പോലെ തെറ്റിയാൽ കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എല്ലാവരും ആൻസർ ചെയ്തിട്ടുള്ളത്. ശരിയാണ്, അൽ മസ്ദർ എന്നുള്ളതാണ്. അപ്പോ ഇനി ഒരു പക്ഷെ ചിലപ്പോൾ ഇതിപ്പോ മുമ്പൊന്നും കണ്ടിട്ടുണ്ടാവില്ല ആരും, എന്നാലും നമുക്ക് ഇതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് എവിടെയൊക്കെയോ കുറച്ചറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടെ നമ്മളൊന്ന് പൊടിതട്ടി എടുത്താൽ നമുക്ക് ഈ കേട്ടിട്ട് നേടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ കേട്ടിട്ട് മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ എന്താണ് ഇപ്പൊ അവിടെ വ്യതിരിക്തമാക്കുന്നത്? നമുക്കറിയാം. ഇപ്പൊ ഇഖ്തിബാസ്, ജിനാസ്, മുഖാബല എന്നൊക്കെ പറയുന്നത് അത് ബലാഗയിൽ വരുന്നതാണ്. എന്നാൽ മസ്ദർ എന്ന് പറയുന്നത് ഒന്നിപ്പോ നമ്മള് ഇങ്ങനെ ഒരു വൈജ്ഞാനിക ശാഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോ ഇൽമുൻ നഹ്വിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്? മസ്ദർ എന്ന് നമ്മളൊന്ന് പഠിക്കാറുണ്ട്. ഇതേപ്പോ സാധാരണ ഇപ്പൊ ഫിഅല്, അതേപോലെ ഫാഇല്, മഫ്ഊല് ബിഹി ഒക്കെ പറയുമ്പോൾ അതൊക്കെ നിഷ്പന്നമായി വന്ന പദങ്ങളായിരിക്കും. എന്തിൽ നിന്ന്? മസ്ദറിൽ നിന്ന് പിടിക്കപ്പെട്ട പദങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മൾ മസ്ദർ എന്ന് അവിടെ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇഖ്തിബാസ്, ജിനാസ്, മുഖാബല ഇതൊക്കെ ഇൽമുൽ ബലാഗയില് ഇൽമുൽ ബദീഅ് എന്ന് പറയുന്ന വൈജ്ഞാനിക ശാഖയ്ക്ക് കീഴിൽ വരുന്നവയാണ്. അപ്പൊ അതാണ് അവ മൂന്നും ഒരിനമായി വരുന്നത്. അതിൽ നിന്ന് ഒറ്റപ്പെട്ടത് അതാണ് ഷാദ് എന്ന് പറയുന്നത്, ഓഡ് വൺ എന്നർത്ഥം. ഓക്കെ, ഇനി അതേ രൂപത്തിൽ മറ്റൊരു എക്സാമിന് ചോദിച്ചത് നോക്കൂ നിങ്ങൾ. ഇതിപ്പോ നെറ്റിന് ചോദിച്ചതാണ്. ഇവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ ലാ തൂജദുൽ മുഹസ്സിനാത്ത് അൽ ലഫ്ളിയ്യ വൽ മഅനവിയ്യ ഇല്ലാ ഫീ എന്ന് വെച്ചാൽ മുഹസ്സിനാത്തുൽ ലഫ്ളിയ്യയും മുഹസ്സിനാത്തുൽ മഅനവിയ്യയും കാണപ്പെടുകയില്ല ഇല്ലാ ഫീ എന്ന് വെച്ചാൽ താഴെ കൊടുത്തതിൽ ഏതോ ഒന്നിലല്ലാതെ, എന്ന് വെച്ചാൽ ആ വൈജ്ഞാനിക ശാഖയിൽ മാത്രമാണത് കാണപ്പെടുന്നത് എന്നർത്ഥം. ഇതിപ്പോ ജസ്റ്റ് ഈ ഒരു ബലാഗയുമായി കുറച്ച് നമുക്കൊരു പരിചയം ഉണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് ചോദിച്ചു നോക്കൂ നിങ്ങൾ, നെറ്റ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോ നെറ്റിന് പോലും നമുക്ക് ഇത്തരം സിമ്പിളായ ചോദ്യങ്ങളാണ് ഇപ്പൊ ബലാഗയിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ചിലതൊക്കെ കുറച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ അതിനെന്താ വഴി? അത് ആഴത്തിലുള്ളതാവുന്ന എപ്പോഴാണ്? നമുക്ക് ആ ഏരിയ നമുക്ക് ടച്ച് ഇല്ലാത്തപ്പോഴാണ്. ഇത് നമുക്ക് ജനിക്കുമ്പോഴേ അറിയുന്ന ഒരു സംഗതി ഒന്നല്ല, മറിച്ച് ചെറിയ ഒരു ടച്ചെങ്കിലും നമുക്കുള്ളത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതേപോലെ ഈ കേട്ടറ്റിന്റെ സിലബസിൽ വരുന്ന ഓരോ ഭാഗവും നമുക്ക് അല്പം ഒന്ന് പരിചയപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്ത് നമ്മുടെ ലക്ഷ്യമായ 150-ൽ 82 എന്ന് പറയുന്നത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇത് ഇൽമുൽ ബദീഇലാണ് ഇവ രണ്ടും കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ അതിലാണ് ഇവ വരുന്നത്. ഏത്? മുഹസ്സിനാത്തുൽ ലഫ്ളിയ്യയും മുഹസ്സിനാത്തുൽ മഅനവിയ്യയും. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് അറബിക് PSC എക്സാമിനേഷൻ അഥവാ UP എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ്. ഇഖ്തർ ഗൈർ അൽ മുതജാനിസ് മിനൽ മജ്മുഅ എന്ന് വെച്ചാൽ ഇവിടെയും ഓഡ് വൺ ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന്. ഇഖ്തിബാസ്, മുഖാബല, തശ്ബീഹ്, ജിനാസ്. ഓക്കെ, ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. സി എന്ന് വെച്ചാൽ അത്തശ്ബീഹ്. അപ്പോ ഇവിടെ ഇഖ്തിബാസ്, മുഖാബല, ജിനാസ് ഇവ മൂന്നും ഇൽമുൽ
ബദീഇലെ ഇനങ്ങളാണ്. എന്നാൽ തഷ്ബീഹ് എന്ന് പറയുന്നതോ ഇൽമുൽ ബയാനിലെ ഒരു ഇനമാണ് തഷ്ബീഹ് എന്ന് പറയുന്നത്. ഓക്കെ, അഹ്സൻതും. ഏകദേശം എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ആൻസർ ചെയ്യാത്ത ചിലർ ഇത് അറിയാത്തത് കൊണ്ടായിരിക്കും ആൻസർ ചെയ്യാത്തത്. അവരൊരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ആകെ വേണ്ടത് എന്താ? ഇപ്പോ നമ്മൾ കണ്ട ഈ ചോദ്യങ്ങളൊക്കെ, അടുത്ത ചോദ്യം കൂടി നോക്കി, അടുത്തൊരു ചോദ്യവും കൂടെ നോക്കാം. ഇതേ രൂപത്തിലുള്ള ചോദ്യമാണ്. ലൈസ മിൻ അസാലീബി അൽ മുഹസ്സിനാത്ത് അൽ മാനവിയ്യ എന്ന് വെച്ചാൽ മുഹസ്സിനാത്തുൽ മാനവിയ്യയുടെ രൂപങ്ങളിൽ പെടാത്തത് എന്നുവെച്ചാൽ അതിന്റെ ഇനങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. തൗരിയ, മുഖാബല, തിബാഖ്, ജിനാസ്, അങ്ങനെ 4 ഇനങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതില് മുഹസ്സിനാത്തുൽ മാനവിയ്യയിൽ പെടാത്തത് ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ലജിനാസ്. അപ്പൊ ആദ്യത്തെ 3 മുഹസ്സിനാത്തുൽ മാനവിയ്യയിൽ പെട്ടതാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ആകെ ഉണ്ടാവേണ്ടത് എന്താ? ഓരോ വൈജ്ഞാനിക ശാഖയിലും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അവയുടെ താഴെ പഠിക്കാനുള്ളത് എന്തെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്തരം ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇൽമുൽ ബലാഗയിൽ നമുക്ക് പഠിക്കാനുള്ളത് ആകെ 3 ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ 3 ഇനങ്ങളാണുള്ളത്. പണ്ഡിതന്മാരെന്ത് ചെയ്തു? ഇതിനെ 3 ആക്കി ഭാഗിച്ചു. ഒന്ന് ഇൽമുൽ മആനി, പിന്നെ ഇൽമുൽ ബയാൻ, അതുപോലെ തന്നെ ഇൽമുൽ ബദിയ. ഇങ്ങനെ 3 വൈജ്ഞാനിക ശാഖകളാണ് ഇൽമുൽ ബലാഗയിൽ വരുന്നത്. ഓക്കെ, അതിലിപ്പോ ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തമായി അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പദങ്ങളെ സാഹചര്യങ്ങൾക്കനുസൃതമായി എങ്ങനെ കൊണ്ടുവരണം എന്ന് ചർച്ച ചെയ്യുന്ന വൈജ്ഞാനിക ശാഖയാണെന്ത് ഇൽമുൽ മആനി എന്ന് പറയുന്നത്. അതായത് അറബിയിൽ സാഹചര്യങ്ങൾക്കനുസൃതമായി പദങ്ങളെ എങ്ങനെ കൊണ്ടുവരണം എന്ന് ചർച്ച ചെയ്യുന്ന വൈജ്ഞാനിക ശാഖയാണ് ഇൽമുൽ മആനി എന്ന് പറയുന്നത്. ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അടുക്കൽ ഒരു ആശയമുണ്ട്, ആ ആശയത്തെ നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്ത രൂപത്തിൽ ശ്രോതാവിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെ? ഒന്നുകിൽ നേർക്ക് നേരെ ആ കാര്യത്തെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപമയിലൂടെ പറയും, അല്ലെങ്കിൽ മറ്റ് നമുക്ക് എങ്ങനെയാണോ സാധ്യമാവുന്നത് ആ രൂപത്തിൽ നമ്മൾ പറയും. അത് തന്നെയാണ് ഇൽമുൽ ബയാനിൽ ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരൊറ്റ ആശയത്തെ വ്യത്യസ്ത ശൈലിയിലൂടെ അവതരിപ്പിക്കുക. അതിനാണ് എന്ത് പറയുന്നത്? ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ നമ്മളവിടെ തഷ്ബീഹ്, ഉപമ എന്ന് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് മജാസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ കിനായ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇങ്ങനെ 3 വൈജ്ഞാനിക ശാഖയാണ് നമുക്ക് ഈ ഒരു ഇൽമുൽ ബയാനിൽ വരുന്നത്. അവിടെ ഒരാശയത്തെ വ്യത്യസ്ത രൂപത്തിൽ അവതരിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്തു? പദങ്ങളെ ഏത് രൂപത്തിൽ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ ഏത് രൂപത്തിൽ അവതരിപ്പിക്കണം എന്ന് ഇൽമുൽ ബയാനിലൂടെ മനസ്സിലാക്കിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ കലാമിന് എങ്ങനെയൊക്കെ നമുക്ക് മൊഞ്ച് കൂട്ടാം, ഭംഗി കൂട്ടാം എന്ന് ചർച്ച ചെയ്യുന്ന വൈജ്ഞാനിക ശാഖയാണ് ഇത് ഇൽമുൽ ബദീഅ എന്ന് പറയുന്നത്. ഇപ്പോ സാധാരണ മൻലറുൻ ബദീഅൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചക്കാണ് പറയാ. അതേപോലെ ഒരു കലാമനെ ഏറ്റവും നല്ല രൂപത്തിൽ ഭംഗി കൂട്ടുക, അതാണ് ഇൽമുൽ ബദീഅ എന്ന വൈജ്ഞാനിക ശാഖയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 വൈജ്ഞാനിക ശാഖകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് ഇനി ഓരോന്നിനും താഴെ എന്തൊക്കെയാണ് വരുന്നത്? ഇൽമുൽ ബദീഅ എന്ന് പറയുമ്പോൾ സാധാരണ എപ്പോഴും അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സാധാരണ ചോദ്യങ്ങൾ കൂടുതൽ വരുന്ന ഒരു ഏരിയയാണത്. എന്നാലോ ഇത് അവിടെ ഏറ്റവും സിമ്പിൾ ആണ് താനും. നമ്മൾ കുറച്ച് സമയം ചെലവാക്കി പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഇൽമുൽ ബദീഅ എന്ന് പറയുന്നത്. ഇൽമുൽ ബദീഅ നമ്മൾ പറഞ്ഞല്ലോ, അത് ഭംഗി കൂട്ടാനുള്ളതാണ് കലാമിന്. അപ്പൊ ഒരു കലാമിനെ നമുക്ക് 2 രൂപത്തിൽ ഭംഗി കൂട്ടാലോ, അല്ലെ? എങ്ങനെ ഭംഗി കൂട്ടാം? ഒന്ന്, പദങ്ങളെ അലങ്കരിച്ചുകൊണ്ട്, പദപരമായ അലങ്കാരങ്ങൾ, അതാണ് മുഹസ്സിനാത്ത് അൽ ലഫ്ലിയ. പദങ്ങളെ അലങ്കരിച്ചുകൊണ്ട് നമുക്കൊരു കലാമിനെ ഭംഗി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ആശയത്തെ അലങ്കരിച്ചുകൊണ്ട് ഭംഗി കൂട്ടാൻ പറ്റും. അതാണ് മുഹസ്സിനാത്ത് അൽ മഅനവിയ എന്ന് വെച്ചാൽ ആശയപരമായ അലങ്കാരങ്ങൾ. ഇവ 2 ആകെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. അതില് പദപരമായ അലങ്കാരങ്ങൾ അഥവാ മുഹസ്സിനാത്ത് അൽ ലഫ്ലിയയിൽ വരുന്നത് ഏതൊക്കെയാണ്?
അൽ ജിനാസു വസ്സജ്ഉ വൽ ഇഖ്തിബാസ്. ജിനാസ്, സജ്അ, ഇഖ്തിബാസ്, ഇങ്ങനെ 3 ഇനങ്ങളാണുള്ളത്. ഇപ്പൊ സാധാരണ എക്സാമിന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിലിപ്പോ ഈ ലഫ്ദിയയിൽപ്പെട്ട 3 ഇതാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാല് ചിലപ്പോ ഇഖ്തരിഷാദ് എന്ന് പറഞ്ഞ് ഈ 3 പിന്നെ മാനവിയയിൽപ്പെട്ട ഒന്നും കൊടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വേർതിരിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഓരോ വൈജ്ഞാനിക ശാഖക്കും താഴെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മുഹസിനാത്തുൽ മാനവിയയിൽ അത്തൗരിയ, അത്തിബാഖ്, അൽ മുഖാബല, ഹുസ്നു തഅലീൽ, ഉസ്ലൂബുൽ ഹക്കീം, തഅക്കീദുൽ മദ്ഹ് ബിമാ യുഷ്ബിഹു ദം വഅക്സുഹു. ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ആദ്യമായി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മുമ്പ് കേട്ട് പിന്നെ മറന്നുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ തോന്നിയേക്കും. ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ചൊരു ചെറിയ സമയം ചെലവഴിച്ചാൽ തന്നെ ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇൽമുൽ ബദീഇൽ ഇത്രയും ഏരിയയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അടുത്തത് ഇൽമുൽ ബയാനാണ്. ഇൽമുൽ ബയാനിലോ, ഇൽമുൽ ബയാനിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് തഷ്ബീഹ്, മറ്റൊന്ന് മജാസ്, അതുപോലെ തന്നെ കിനായ. തഷ്ബീഹ് എന്ന് പറയുമ്പോൾ ഉപമ എന്നാണ് തഷ്ബീഹ് എന്ന് പറയുന്നത്. ഒന്നിനെ മറ്റൊന്നിനോട് എന്ത് ചെയ്യാ, ഉപമിച്ച് പറയാം. ഓക്കെ, ഇപ്പൊ കലാമുഹു കൽ അസ്ലി എന്ന് പറയാണ്, അവന്റെ സംസാരം തേനിനെ പോലെയാണ്, അല്ലെ? അങ്ങനെ നമ്മൾ ഉപമിച്ച് പറയുന്നതിനാണ് തഷ്ബീഹ് എന്ന് പറയുന്നത്. അപ്പൊ ആ തഷ്ബീഹുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സാധാരണ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിമ്പിളായി പഠിക്കാവുന്നതേ ഉള്ളൂ. തഷ്ബീഹ് നടത്തുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്നിനോട് ഉപമിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ആ 2 കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ഞാനിപ്പോ അവന്റെ സംസാരം തേനിനെ പോലെ എന്ന് പറയുമ്പോൾ അവന്റെ സംസാരമുണ്ട്, തേനോടുണ്ട്. അതിന് ഓരോന്നിനും ഓരോ പേരാണ് പറയാ. എന്ന് വെച്ചാൽ ഒന്ന് മുഷബ്ബഹും ഒന്ന് മുഷബ്ബഹ് ബിഹിയും. പിന്നെ പോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും, അറബിയിൽ നമ്മൾ ക എന്ന് ഉപയോഗിക്കും. കലാമുഹു കൽ അസ്ലി, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്ലു എന്ന് ഉപയോഗിക്കും. അതിനാണ് അദാത്തു തഷ്ബീഹ് എന്ന് പറയാ. അതുപോലെ ചിലപ്പോ ഏത് വിഷയത്തിലാണെന്ന് പറയും. എന്നുവെച്ചാൽ ഫിൽ ഹലാവത്തി എന്ന് ഞാൻ പറഞ്ഞു വിചാരിച്ചത്. കലാമുഹു കൽ അസ്ലി ഫിൽ ഹലാവത്തി എന്ന് വെച്ചാൽ ആസ്വാദനത്തിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അത് അതിന്റെ രുചിയിൽ എന്ന അർത്ഥത്തിലൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ അവിടെ ഫിൽ ഹലാവ ഏത് വിഷയത്തിലാണ് എന്നാണ് പടം പറഞ്ഞിട്ടുള്ളത്. അതാണ് വജ്ഹു ഷബഹ് എന്ന് പറയുന്നത്. ഇത് 4ആണ് ഒരു തഷ്ബീഹിൽ ഉണ്ടാവുക. അതിനാണ് അർക്കാനു തഷ്ബീഹ് എന്ന് പറയുന്നത്. അതൊരു ചോദ്യമാണ്. അർക്കാനു തഷ്ബീഹി എത്രയെന്ന് ചോദിക്കും, ഡാഷ് എന്ന് ചോദിക്കും. അപ്പൊ എത്രയാണ് അർക്കാനു തഷ്ബീഹി? അർബഅത്തുൻ, 4 മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, അദാത്തു തഷ്ബീഹ്, വജ്ഹു ഷബഹ്. ഞാൻ ജസ്റ്റ് അത് എന്താണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒക്കെ നമ്മൾ മുമ്പ് ഒരു പക്ഷെ പഠിച്ചതാവും, അല്ലെങ്കിൽ ചെറിയൊരു സമയം ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ഇൽമുൽ ബലാഗയിലെ സാധാരണ ഇപ്പൊ ഈ എക്സാമുകൾക്ക് വരുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ആഴത്തിലൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത്, അതിന് നമ്മൾ അല്പം സമയം ചെലവഴിച്ചാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് മജാസ്, അതേപോലെ തന്നെ കിനായ. ഇങ്ങനെ 3 ഇനങ്ങളാണ് ഇൽമുൽ ബയാനുള്ളത്. ഇപ്പൊ ഈ മജാസിന് താഴെയാണ് ചിലപ്പോ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച ആളുകൾ ചിലപ്പോൾ ഇസ്തിആറ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ മജാസുൽ മുർസൽ. ഈ മജാസിന്റെ 2 ഇനങ്ങളാണ് ഇപ്പോ ഈ മജാസുൽ മുർസലും അതേപോലെ തന്നെ ഇസ്തിആറ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ കിനായ 3 രൂപത്തിലുണ്ട്. ഇങ്ങനെ ഓരോന്നിനും താഴെ കുറച്ച് ഇനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. പിന്നെ അടുത്തത് ഇൽമുൽ മആനിയാണ്, 3ാമത്തെ വൈജ്ഞാനിക ശാഖ. അവയ്ക്ക് താഴെ എന്തൊക്കെയാണ്? പ്രധാനമായും ഇൽമുൽ മആനിയിൽ ഖബർ, ഇൻഷാ, ഇങ്ങനെ 2 ഭാഗങ്ങളാണ് വരുന്നത്. ഖബറും ഇൻഷാവും. ഖബർ എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് പറയാം. എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് ആ പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ സത്യമല്ല, അത് കളവാണ് എന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയുള്ള ഏതൊരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഖബർ എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ പറയാണെന്ത്, യഹ്തുലുൽ മുത്തർ എന്ന് പറയാം, മഴ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ആ വാചകത്തെ കുറിച്ച് കേൾക്കുന്ന ആൾക്ക് അത് ശരിയാണ് എന്നും അല്ലെങ്കിൽ ശരിയല്ല എന്നും പറയാൻ പറ്റും. ആ വാചകത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വാചകത്തിനാണ് എന്ത് പറയുന്നത്?
ഖബർ എന്ന് പറയുന്നത്, ഖബരിയായ ജുംല എന്ന് പറയുന്നത്. പിന്നെ ഇൻഷാ ആണ്. ഇൻഷാ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഈ രൂപത്തിൽ കളവാണ് എന്നോ സത്യമാണ് എന്നോ പറയാൻ പറ്റാത്ത വാചകം. സിമ്പിളായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളോട് മസ്മുക്ക എന്ന് ചോദിച്ചു വിചാരിച്ചോളി. മസ്മുക്ക, നിന്റെ പേരെന്താണ്? അപ്പോ നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആ വാചകത്തെ കുറിച്ച് എന്ത് പറയാൻ പറ്റില്ല? സത്യമാണെന്നോ അല്ലെങ്കിൽ കളവാണെന്നോ പറയാൻ പറ്റില്ല. കാരണം അതൊരു ചോദ്യമാണ്. അപ്പൊ അതേപോലുള്ള ചോദ്യമാവാം, ഇനി അതല്ലെങ്കിൽ ഒരു കൽപ്പനയാവാം, അല്ലെങ്കിൽ വിരോധമാവാം. അങ്ങനത്തെ ഒക്കെ വാചകങ്ങളെ നമുക്ക് അത് കളവാണെന്ന് അല്ലെങ്കിൽ സത്യമാണ് എന്ന വാചകത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള വാചകങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ഇൻഷാഇയായ ജുംല എന്ന് പറയാം. ഇത് രണ്ടുമാണ് ഇതിലിപ്പോ കാര്യമായി ചർച്ചയിൽ വരുന്നത്. പിന്നെ ഇതിനോട് കൂടെ ഇപ്പൊ ഇൻഷാ എന്ന് പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലുണ്ട്. ത്വലബി, അതേപോലെ തന്നെ വൈറു ത്വലബി. ഇൻഷാ ത്വലബി, അതേപോലെ തന്നെ ഇൻഷാ വൈറു ത്വലബി. ത്വലബി എന്ന് വെച്ചാൽ അതിനൊരു തേട്ടുണ്ടാവും. ഇപ്പൊ കൽപ്പനയായിരുന്നാലും വിരോധമായിരുന്നാലും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടൊക്കെ എന്തുണ്ട്? ഒരു തേട്ടം ഉണ്ടാവും. അങ്ങനെയുള്ളവക്കാണ് ത്വലബി എന്ന് പറയാം. അപ്പൊ അതില് ഈ ത്വലബിക്ക് താഴെ അമ്ര വരും, നഹി വരും, ഇസ്തിഫാം വരും, തമന്നി വരും, നിദാ വരും. ഇതൊക്കെ ത്വലബിയാണ്. വൈറു ത്വലബി എന്ന് പറയുമ്പോൾ തേട്ടമില്ലാത്തത്, എന്നാലോ അത് ഇൻഷാഇയായ ഒരു ജുംലയാണ് താനും. ഓക്കെ, അപ്പോ ഇതിനാണ് പിന്നെ ത്വലബി എന്നും അതേപോലെ തന്നെ വൈറു ത്വലബി എന്നും പറയുന്നത്. ഈ വൈറു ത്വലബിക്ക് ഒരു ഉദാഹരണമാണെങ്കിൽ പറയാം. അപ്പൊ നമ്മളിപ്പോ സാധാരണ കസം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ സത്യം ചെയ്ത് പറയാം. ഇപ്പൊ വല്ലാഹി, തല്ലാഹി, ബില്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാചകം പറയുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? കസം എന്ന് പറയുന്നത്. അപ്പൊ ആ കസമിന്റെ രൂപത്തിൽ വരുന്ന വാചകങ്ങൾ അതെന്താണ്? വൈറു ത്വലബിയാണ്. അതും ഇതേപോലെ ഇൻഷാഇയായ ജുംലയാണ്. ഓക്കെ, പിന്നെ ഈ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഖസ്ർ. ഖസ്ർ, അതേപോലെ തന്നെ അൽ ഫസ്ലു വൽ വസ്ൽ, അൽ ഈജാസു വൽ ഇത്നാബു വൽ മുസാവാത്ത്. ഇത്രയും ഏരിയകളാണ് ഇൽമുൽ മആനിയിൽ നമുക്ക് ഒരു എക്സാമിന് എന്ന അർത്ഥത്തിൽ നോക്കാനുള്ളത്. ഇതൊന്നും കേട്ടറ്റിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്താണെന്നും അതിനൊക്കെ സിമ്പിളായ കുറച്ച് ഉദാഹരണങ്ങളും പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ ഇപ്പൊ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ആ രൂപത്തിൽ മാത്രം പറഞ്ഞു വെക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം ഖസ്ർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഖസ്ർ എന്ന് പറഞ്ഞാല് പിന്നെ തഖ്സീസു അംരിൻ ബി ആഖറ ബി ത്വരീഖിൻ മഖ്സൂസ് എന്നാണ് ഇപ്പൊ അതിന്റെ നിർവചനം. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യം കൊണ്ട് പ്രത്യേകമാക്കുക. അതിനാണ് എന്ത് പറയുന്നത്? ഖസ്ർ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യം കൊണ്ട് പ്രത്യേകമാക്കുക എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിൽ ചുരുക്കുക എന്ന് വേണമെങ്കിലും പറയാം. ഖസ്ർ, ഹസ്ർ എന്നൊക്കെയാണ് അതിന് പറയാം. ഏതുപോലെ ഇപ്പൊ ഞാൻ പറയുകയാണത് അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് അല്ലെ, ഇപ്പൊ അറബി സാഹിത്യം പഠിച്ച എല്ലാവർക്കും അറിയും. അറബി സാഹിത്യം പഠിച്ച ആളുകൾക്കൊക്കെ അറിയുന്ന ആളാണ് അഹമ്മദ് ഷൗക്കി. അപ്പോ അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് ഒരാൾ പറയുന്നത് മാ ഷൗക്കി ഇല്ലാ ഷാഇറുൻ എന്ന് പറയാം. മാ ഷൗക്കി ഇല്ലാ ഷാഇറുൻ എന്ന് വെച്ചാൽ അഹമ്മദ് ഷൗക്കി അല്ല, ഇല്ലാ ഷാഇറുൻ ഒരു കവി അല്ലാതെ മറ്റാരുമല്ല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അഹമ്മദ് ഷൗക്കി എന്ന് വെച്ചാൽ കവി മാത്രമാണ് എന്ന അർത്ഥം കിട്ടും. അപ്പൊ അഹമ്മദ് ഷൗക്കിയെ കവി എന്നതിൽ മാത്രം എന്ത് ചെയ്തു? നമ്മൾ ചുരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. കവി എന്നതിൽ മാത്രം അദ്ദേഹത്തെ ചുരുക്കി എന്ന് പറയാൻ പറ്റും. അതാണ് ഖസ്ർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാ ഷൗഖി ഇല്ല ഷാഇറുൻ, ചിലപ്പോ അങ്ങനെ ഒരു മാ ഷൗഖി ഇല്ല ഷാഇറുൻ എന്ന ഒരു ഉദാഹരണം കൊടുക്കും. എന്നിട്ടത് ഹാദാ മിസാലുല്ലി, അതാണ് ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യാൻ പറ്റും? അത് അനുസരിക്കാൻ പറ്റും. അപ്പൊ അതിന് എന്താ വേണ്ടത്? നമ്മൾ ഓരോന്നും വേർതിരിച്ച് അതിന്റെ ഇപ്പൊ താരീഫും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കിത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ആദ്യം എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഓരോന്നും ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമുക്കിപ്പോ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പ്രിലിമിനറിക്കോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കൊന്ന് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ ലിറ്ററേച്ചർ ആയിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. മറിച്ചോ പഠിക്കുന്നത് നമ്മൾ സ്മാർട്ടായിട്ട് എക്സാമിന് ആവശ്യമുള്ള രൂപത്തിൽ പഠിക്കുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പഠിക്കാണ്ടാവുള്ളൂ. എന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്
കേട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. സിലബസ് ഓറിയന്റഡ് ആയി നമ്മൾ പഠിക്കുകയും വേണം. അങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് ബലാഗ എന്നല്ല ഏത് വിഷയവും നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിപ്പോ ഈ പറയപ്പെട്ടതിൽ നിന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഇവിടെ ഇപ്പോ നെറ്റിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിപ്പോ നെറ്റിന് നല്ല കേട്ടറ്റിനൊക്കെ സാധാരണ ചോദിക്കാറുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. ഇവിടെ ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയുന്നതാണെങ്കിൽ അല്ലെങ്കിലൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. തെറ്റിയോട്ട ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു കവിതയാണ്. ഇന്നൽ ബുകാഅ ഹുവ ശിഫാഉ മിനൽ ജവാബൈനൽ ജവാനിഹ് മിസാലുല്ലി. ഇന്നൽ ബുകാഅ തീർച്ചയായും കരച്ചിൽ, ഹുവ അഷിഫാഉ അതെന്താണ്? ശമനമാണ് എന്നാണ്. എന്തിന്? മിനൽ ജവാ ബൈനൽ ജവാനെ. ജവാ എന്ന് വെച്ചാൽ മനോദുഃഖങ്ങൾക്കാണ് പറയാം. അപ്പോ മനോദുഃഖങ്ങൾക്കുള്ള ശമനമാണെന്ത്? കരച്ചിൽ. ബൈനൽ ജവാന് എങ്ങനെയുള്ള മനോദുഃഖം? ജവാനിഹകൾക്കിടയിൽ നിന്നുള്ള എന്ന് വെച്ചാൽ ജവാനിഹ് ജാനിഹത്തിൻ ജമ്മാണ് ജവാനിഹ്, വാരിയല്ലുകൾക്കാണ് ജവാനിഹ് എന്ന് പറയുന്നത്. അപ്പോ വാരിയല്ലുകൾക്കിടയിലുള്ളത് എന്താ? നെഞ്ചാണ്, നെഞ്ച്. അപ്പൊ നെഞ്ചകങ്ങൾക്കുള്ളിൽ നിന്നുള്ള മനോദുഃഖങ്ങൾക്കുള്ള ശമനമാണെന്ത്? കരച്ചിൽ എന്നാണ് ഇപ്പൊ ഇവിടെ കവി പറഞ്ഞിട്ടുള്ളത്. ഇതാര് പറഞ്ഞിട്ടുള്ളതാണെന്നറിയോ? പ്രസിദ്ധയായ ഒരു കവയത്രി പറഞ്ഞിട്ടുള്ളതാണ്. തൻ്റെ 2 സഹോദരന്മാർ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അവരെ റിസാഇ ചെയ്തുകൊണ്ടാണ് അവർ പ്രസിദ്ധി നേടിയിട്ടുള്ളത്. അല്ലെ, നമുക്കൊക്കെ അറിയുന്ന ആളാണ്. അതെ, ഹൻസ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഓരോന്നും ഓർത്തു വെക്കാൻ പറ്റും. അപ്പൊ ഹൻസ എന്നൊരു വാചകവും കൂടിയാണിത്. അപ്പൊ ഇത് എന്തിനുള്ള മിസാലാണെന്നാണ് ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ കവിത. ഓക്കെ, പലരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന് വെച്ചാൽ ജിനാസ്. ജിനാസിനുള്ള മിസാലാണ് ഇപ്പൊ ഇവിടെ ഈ നൽകിയിട്ടുള്ളത്. അപ്പോ എന്താ ഇപ്പൊ ജിനാസ് എന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ജിനാസ് ആയത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ജിനാസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ഇത് ജിനാസ് ആവാനുള്ള കാരണം എന്താ? അല്ലെങ്കിൽ ഇതിലെ 2 പദങ്ങളാണ് ഇപ്പൊ ഇവിടെ ഇത് ജിനാസ് ആവാനുള്ള കാരണമായി വരുന്നത്. എന്ന് വെച്ചാൽ ജവാ എന്നും ജവാനിഹ് എന്നും. ആ 2 പദങ്ങൾ നോക്കൂ. ജവാ ജവാ അല്ലെ, ജവാ ജവാ എന്ന് പറയുമ്പോൾ രണ്ടിലുണ്ട്, കേൾക്കുമ്പോൾ രണ്ടും ഒരേപോലെയാണ്. പിന്നെ ഒന്നിൽ എന്ത് ചെയ്ത് ചെറിയൊരു നെഹ് എന്നവിടെ കൂടി വന്നു എന്നേ ഉള്ളൂ. ജവാ ജവാ. അപ്പോ ഇതേപോലെ ഒരു സംസാരത്തില് ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരേപോലെയുള്ള 2 പദങ്ങൾ പറയുന്നു. എന്നാലോ അവ 2 അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ജവാ എന്ന് പറഞ്ഞാൽ ഒന്ന് മനോദുഃഖവും മറ്റൊന്ന് ജവാനിഹ് എന്ന് പറഞ്ഞാൽ വാരിയല്ലുകളുമാണ്. പക്ഷെ അതിനോട് കൂടെ ജവാ എന്നുള്ളതിന് കൂടെ നിഹ് എന്നൊന്നിൽ കൂടുതലുണ്ട്. എന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ ഇങ്ങനെ കൂടുതലൊന്നും ഉണ്ടാവില്ല, 2 ഒരേപോലെ തന്നെ ഉണ്ടാവും. അല്ലെ, നമുക്ക് തന്നെ ഇപ്പൊ മലയാളത്തില് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ തന്നെ നടത്താറുണ്ട്. അല്ലെ, ഇപ്പൊ ഒരാള് നല്ല പാട്ടുകാരനാണെന്ന് വിചാരിച്ചോളി, അവന്റെ ഏതെങ്കിലും ഒരു പാട്ട് അങ്ങോട്ട് ഹിറ്റായി. അപ്പൊ നമ്മൾ പറയുകയാണത് അവന്റെ പാട്ട് നാട്ടിലാകെ പാട്ടായി എന്ന് പറയുകയാണെങ്കിൽ ആ 2 പാട്ടും അല്ലെ, അവന്റെ പാട്ട് നാട്ടിലാകെ പാട്ടായി എന്ന് പറയുമ്പോൾ അവന്റെ പാട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ അവന്റെ ഗാനം എന്ന അർത്ഥത്തിലാണ്. രണ്ടാമത്തെ പാട്ടായി എന്ന് പറയുന്നതോ അത് പ്രചാരം നേടി എന്നുള്ള അർത്ഥം, ഹിറ്റായി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷെ കേൾക്കുമ്പോൾ രണ്ടും പാട്ട് പാട്ട് എന്നാണ്. പക്ഷെ 2 അർത്ഥത്തിലാണത് പ്രയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വാചകത്തിൽ ഒരേപോലെയുള്ള 2 പദങ്ങൾ കൊണ്ടുവരുന്നു, അവ 2 അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. അതിനാണെന്ത് പറയുന്നത്? ജിനാസ് എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കാൻ എന്ത് സുഖ. ജിൻസ് എന്ന് പറഞ്ഞാലല്ല, മിക്കവാറും എല്ലാവർക്കും അറിയും അല്ലെ. ഒരേ ജിൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരേ ഇനം എന്നാണ്. അപ്പോ ഒരു വാചകത്തിൽ ഒരേപോലെയുള്ള 2 പദങ്ങൾ ഒരാൾ പ്രയോഗിക്കുന്നു, പക്ഷെ 2 അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചതെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ജിനാസ് എന്ന് പറയുന്നത്. അപ്പൊ ജിനാസ് 2 രൂപത്തിലുണ്ട്. അതിപ്പോ അവന്റെ പാട്ട് നാട്ടിലാകെ പാട്ടായി എന്ന് പറയുമ്പോൾ രണ്ടും പാട്ട് പാട്ട് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല, ഒരേപോലെയാണ്. അങ്ങനെയാണ് കൊണ്ടുവന്നതെങ്കിൽ അതിനെ ജിനാസ് താം എന്നാണ് പറയാം. ഇവിടെ എന്ത് ചെയ്തു? ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ജവാ ജവാ എന്ന് സെയിം ആണ്, പക്ഷെ ഒന്നിലവിടെ നെഹ് എന്ന് കൂടുതലുണ്ട്. അങ്ങനെ ചെറിയ ചില വ്യത്യാസത്തോടു കൂടിയാണ്
പദങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ അതിനെന്ത് പറയും? ജിനാസ് ഗൈറുത്താം എന്നാണ് പറയാം. ജിനാസ് ഗൈറുത്താം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ചൊന്ന് സമയം ചെലവാക്കിയാൽ ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോ ആ ജിനാസ് ആണ് ഇപ്പൊ നമ്മൾ പദപരമായ അലങ്കാരം എന്ന് പറഞ്ഞ ഒരു ഇനമായിട്ട് നമ്മളിവിടെ എണ്ണിയിട്ടുള്ളത്. അപ്പൊ ജിനാസ് എന്ത് എന്നുള്ളത് ഇപ്പോ നമുക്കൊരൊറ്റ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഇപ്പൊ ഈ സജ്ജ, അതേപോലെ തന്നെ ഇഖ്തിബാസ് നമ്മൾ പറഞ്ഞ അതൊക്കെ ഇതേപോലെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ റദ്ദുൽ അജുസി അല സദർ എന്ന് പറയുന്നതും മുഹസ്സിനാത്തുൽ ലഫ്ദിയയിൽപ്പെട്ട ഒരു ഇനം തന്നെയാണ്. അതിപ്പോ നെറ്റിന്റെ സിലബസിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ അതിവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇതേപോലെ നമ്മളിപ്പോ ഈ സിലബസിൽ വരുന്ന ഓരോന്നും അല്ലെങ്കിൽ ഓരോ വൈജ്ഞാനിക ശാഖയിൽ വരുന്നതും പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പൊ ജിനാസ് അവിടെ വന്നത് കൊണ്ട് ജിനാസ് മാത്രം ജസ്റ്റ് ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോ ഈ പറഞ്ഞ കവിതയിലുള്ള ജവാ, ജവാനി, ഇനി അതേപോലെ അപ്പൊ അതിന്റെ പിന്നെ താരീഫ് അപ്പോ നമുക്ക് തന്നെ ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം താരീഫ് ചിലപ്പോൾ കൊടുത്തിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഇത്തിഫാഖു കലിമത്തൈനി ഫിന്നുത്തഖി, ഇല്ല നുത്തഖ് എന്ന് വെച്ചാൽ ഉച്ചാരണത്തിനാണ് പറയാം. അപ്പോ ഇത്തിഫാഖ് എന്ന് പറഞ്ഞാലോ യോജിപ്പ്. ഇത്തിഫാഖു കലിമത്തൈനി, രണ്ട് പദങ്ങൾ യോജിച്ചു വരിക. എന്തില്? ഫിന്നുത്തഖി, ഉച്ചാരണത്തിൽ യോജിച്ചു വരിക. മഅ ഇഖ്തിലാഫിഹിമ ഫിൽ മഅന, അവ അർത്ഥത്തിൽ അവ രണ്ടും വ്യത്യാസപ്പെടലോടുകൂടെ. ഓക്കെ, അർത്ഥത്തിൽ അവ രണ്ടും വ്യത്യാസപ്പെടലോടുകൂടെ എന്ത് ചെയ്യാ? നുത്തഖില് ഇങ്ങനെ രണ്ട് പദങ്ങൾ യോജിച്ചു വരിക. അതിനാണ് എന്ത് പറയുന്നത്? ജിനാസ് എന്ന് പറയാം. ഇനി അതല്ലെങ്കിലോ ഹുവ, അത് അൻ യതശാബഹ ലഫ്ളാനി ഫിന്നുത്തഖി, രണ്ട് ലഫ്ളുകൾ സദൃശ്യപ്പെട എന്തില്? ഫിന്നുത്തഖി, ഉച്ചാരണത്തിൽ. വയഖ്തലിഫാ ഫിൽ മഅന, അവ അർത്ഥത്തിൽ വ്യത്യാസപ്പെടലോടുകൂടെ. ഈ രണ്ട് രൂപത്തിലാണ് മിക്കവാറും ഇതിന്റെ നിർവചനം ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ നിർവചനം കൊടുക്കാറുള്ളത്. അപ്പൊ അത് നമ്മളിപ്പോ പറഞ്ഞു അതിനുള്ള ഉദാഹരണങ്ങൾ. ഏതുപോലെ? ഇപ്പൊ ഇവിടെ നോക്കൂ, ഇദാ ഹവീത്തൽ ഇജ്തിഹാദ മാ ഹവീത്ത, അറബിയിലുള്ള ഒരു ആപ്തവാക്യാണ്. ഇത് ജിനാസ് എന്ത് എന്ന് മനസ്സിലാക്കാനും അതോടുകൂടെ ഈ കേട്ടറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യവും കൂടിയാണിത്. ഒരു പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടറ്റ് എഴുതിയിട്ട് കിട്ടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. അതുപോലെ തന്നെ കേട്ടറ്റിന്റെ സിലബസും ക്വസ്റ്റ്യനും കണ്ട് അല്ലെങ്കിൽ മുമ്പ് എഴുതിയിട്ട് കിട്ടാത്ത ആളുകളെ മനസ്സിലാക്കി ഇതിപ്പോ ഞാനൊന്ന് എഴുതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ള കാര്യം, നമുക്ക് കേട്ടറ്റ് കിട്ടണം നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെ? കേട്ടറ്റ് കിട്ടണം എന്നുണ്ട്. എന്നാലോ എന്തെങ്കിലുമൊക്കെ ചെറിയ പിന്നെ ഡീമോട്ടിവേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സംഗതി ആയിരുന്നാലും, കേട്ടിട്ട് എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് നേട്ടം നമുക്ക് ഉണ്ടാവണമെങ്കിലും ഉണ്ടാവേണ്ട ഒന്നാണെന്ത്? ഇജ്തിഹാദ് എന്ന് പറയുന്നത്, പരിശ്രമം എന്ന് പറയുന്നത്. അപ്പോ ആ പരിശ്രമത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. അതാണ് ഇദാ ഹവീത്തൽ ഇജ്തിഹാദ എന്ന് വെച്ചാൽ ഇദാ അഹബബ്തൽ ഇജ്തിഹാദ എന്നാണ് അർത്ഥം. നീ പരിശ്രമത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. മാ ഹവീത്ത, അവിടെ രണ്ടാമത്തെ ഹവീത്ത എന്ന് വെച്ചാൽ മാ ഫഷിൽത എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നീ പരാജയപ്പെടുകയില്ല. അപ്പോ നീ പരിശ്രമത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നേട്ടം ഉണ്ടാവണം, കേട്ടിട്ട് കിട്ടണം എന്നാണ് നമ്മുടെ എയിം എന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കാൻ സന്നദ്ധരാവണം. എന്നാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാതെ അടുത്ത കേട്ടറ്റ് എക്സാമിനേഷനിൽ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ജിനാസുമായി ബന്ധപ്പെട്ട് ഈ ഹവീത്ത എന്ന പദം രണ്ട് തവണ ഇവിടെ വന്നു. രണ്ടർത്ഥത്തിലാണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വാചകത്തിൽ തന്നെ രണ്ട് പദങ്ങൾ ഒരേപോലെ വരുന്നു, എന്നാൽ അവ രണ്ടർത്ഥത്തിലാണ് പ്രയോഗിച്ചതെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ജിനാസ് എന്ന് പറയുന്നത്. അവന്റെ പാട്ട് നാട്ടിലാകെ പാട്ടായി എന്ന് നമ്മൾ പറഞ്ഞ പോലെ. ഇനി കേട്ടറ്റിനെ പോലെ തന്നെ വേറൊരു എക്സാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെറ്റ് എക്സാം, അല്ലെ? കേട്ടറ്റ് എന്ന് പറയുന്നത് എന്താ? കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അതിപ്പോ LP UP ഹൈസ്കൂൾ തലങ്ങളിലേക്കുള്ള അധ്യാപക യോഗ്യത നേടാനുള്ള എക്സാം ആണ്. അതുപോലെ ഹയർ സെക്കൻഡറി തലങ്ങളിലേക്കുള്ള എക്സാം ആണ് ഏത്? സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോ ഒരാൾ പറയാണത് മറ്റൊരാളോട്, സെറ്റ് എക്സാം എഴുതുന്ന ഒരാളോട്, അടുത്ത സെറ്റ് നമുക്ക് സെറ്റ് ആക്കാം.
എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചോളി. അവിടെ സെറ്റ് എന്ന് 2 പ്രാവശ്യം ആ വാചകത്തിൽ പറഞ്ഞു. രണ്ടും ഒരേ അർത്ഥത്തിലാണോ? അല്ല, രണ്ടർത്ഥത്തിലാണ്. അടുത്ത സെറ്റ് നമുക്ക് സെറ്റ് ആക്കാന്ന് പറയുമ്പോൾ അടുത്ത സെറ്റ് എക്സാമില് സെറ്റ് നമുക്ക് എന്ത് ചെയ്യണം? നേടിയെടുക്കാം എന്നാണ്. ഇതേപോലെ ഒരു വാചകത്തിൽ എന്ത് ചെയ്യുന്നു? 2 പദങ്ങൾ പറയുന്നു, അത് 2 അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. അങ്ങനെ അറബിയിൽ നമ്മൾ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുന്നത്? ജിനാസ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു ഉദാഹരണവും കൂടെ എന്ന് വെച്ചാൽ, ജിനാസ് താമിനുള്ള ഉദാഹരണമാണ് ഇപ്പൊ ഈ മുകളിലുള്ളത്. ഇതാ ഹബീത്ത ഇജ്തിഹാദമാ ഹബീത്ത. കാരണം 2 പദങ്ങളും ഒരേപോലെയാണ്. എന്നാൽ ചെറിയ മാറ്റങ്ങളോടുകൂടി 2 പദങ്ങൾ ഇവിടെ അടുത്തേൽ വന്നു. അതെന്താ? ലാ തുനാലുൽ ഗററു ഇല്ലാ ബിറുകൂബിൽ ഗററി. എന്താണ് ലാ തുനാലു വെച്ചാൽ? നേടുകയില്ല, കരസ്ഥമാവുകയില്ല. അൽ ഗുറർ, ഗുറർ എന്ന് വെച്ചാല് നേട്ടങ്ങൾക്കാണ് പറയാ. നേട്ടങ്ങൾ കരസ്ഥമാവുകയില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ബിറുകൂബി അൽ ഗററി. റക്കിബ എന്ന് വെച്ചാൽ വാഹനം കയറാനാണ് പറയാ. അപ്പൊ ഇവിടെ ഇല്ലാ ബിറുകൂബിൽ ഗററി. ഗറർ എന്ന് വെച്ചാൽ ഖതൂബ് എന്നുള്ള അർത്ഥമാണ്, പ്രയാസങ്ങൾക്കാണ് പറയാ. അപ്പോ പ്രയാസങ്ങൾ താണ്ടിക്കടന്നെങ്കിലല്ലാതെ നേട്ടം കരസ്ഥമാവുകയില്ല എന്നാണ്. അല്ലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമുക്ക് നേട്ടങ്ങൾ നേടണം, ഇല്ലെ, കേട്ടിട്ടൊക്കെ കിട്ടണം. എന്നാൽ മുമ്പെന്നോ നമുക്ക് പറ്റിയ ഏതോ വീഴ്ച, ഒരു പക്ഷേ 1-2 തവണയൊക്കെ ചെറിയ രൂപത്തിൽ പോയി എഴുതിയിട്ടുണ്ടാവും, കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അന്ന് കിട്ടാത്തത് കൊണ്ട് 50 കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു നേട്ടം നേടിയ ആളുകൾക്കും പറയാനുള്ളത് അവര് പരിശ്രമിച്ച ത്യാഗങ്ങളായിരിക്കും, അവർ താണ്ടിക്കടന്നിട്ടുള്ള പ്രയാസ മേഖലകളായിരിക്കും അവർക്കൊക്കെ പറയാണ്ടാവുക. അതേപോലെ നാളെ ഞാൻ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു എന്ന് നമുക്ക് നമ്മുടെ കോവർക്കേഴ്സിനോട്, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോടൊക്കെ പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കുറച്ച് പ്രയാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? താണ്ടിക്കടക്കണം. കുറച്ചൊക്കെ ഉറക്കം നമ്മൾ ഒഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ കുറച്ച് തിരക്കുകളൊക്കെ നമ്മളൊന്ന് മാറ്റിവെച്ച് പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്കും നേട്ടം നേടിയെടുക്കാൻ സാധിക്കും. അതോടുകൂടെ ഇവിടെ ചെറിയൊരു മാറ്റം, ഒന്ന് ഗോ എന്നും മറ്റൊന്ന് ഗ എന്നുമാണ്, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോ അങ്ങനെ ചെറിയ ചില മാറ്റങ്ങളോട് കൂടിയിട്ടും എന്ത് വരാം? ഇതേപോലെ ജിനാസായ പദങ്ങൾ വരാം. അതിപ്പോ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? ഏതുപോലെ? പിന്നെ ഇപ്പൊ ഒരാൾ പറയണെന്ത്, നമ്മളിപ്പോ ഈ പോസ്റ്റ്മേലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില പരസ്യങ്ങൾ. എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങുകൾക്ക് വല്ല ചോർച്ചയുണ്ടെങ്കിൽ, ഈ ചോർച്ച ഒക്കെ കോൺക്രീറ്റിന് ചോർച്ച ഉണ്ടെങ്കിൽ അത് അടക്കാനായിട്ട് ചില ആളുകൾ ഉണ്ടാവും, അല്ലെ? അവർക്ക് അതായിരിക്കും ജോലി. അപ്പോ അവര് ചിലപ്പോൾ അതിന്റെ ക്യാപ്ഷൻ ആയി കൊടുത്തിട്ടുണ്ടാവും, ചോർച്ച ഇനി ചർച്ചയേ അല്ല. ചോർച്ച ഇനി ചർച്ചയേ അല്ല. അപ്പൊ ചോർച്ച, ചർച്ച, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതേപോലെ തന്നെ പിന്നെ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, ഇത്തരം പ്രയോഗങ്ങളൊക്കെ ചെറിയ ചില മാറ്റങ്ങളോട് കൂടിയിട്ടും നമ്മൾ സാധാരണ മലയാളത്തിൽ ഒരേ വാചകത്തിൽ തന്നെ 2 പദങ്ങൾ, ഒരേപോലെയുള്ള 2 പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് ജിനാസ് ആണ്. ജിനാസ് ഗൈറുത്താമിനുള്ള ഉദാഹരണമാണ്. ഓക്കെ, യെസ്. അപ്പൊ ജിനാസ് 2 രൂപത്തിലാണ്, ജിനാസ് താം, അതേപോലെ തന്നെ ജിനാസ് ഗൈറുത്താം. ജിനാസ് താമിനുള്ള ഉദാഹരണം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു. അതേപോലെ മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഒരാള് ഞാന് മൊറോക്കോയിൽ വെച്ച് മഗ്രിബ് നമസ്കരിച്ചു എന്ന് പറയാന്ന് വിചാരിച്ചോളി. അതിപ്പോ അറബിയിൽ എങ്ങനെ പറയാ? സ്വല്ലൈത്തുൽ മഗ്രിബ ഫിൽ മഗ്രിബി. മഗ്രിബ് എന്നാണ് മൊറോക്കോ എന്ന രാജ്യത്തിന്റെ പേര് അറബിയിൽ. അപ്പൊ സ്വല്ലൈത്തുൽ മഗ്രിബ, ഞാൻ മഗ്രിബ് നമസ്കരിച്ചു. എവിടുന്ന്? ഫിൽ മഗ്രിബി, മഗ്രിബിൽ വെച്ച്. അപ്പോ മഗ്രിബ് മഗ്രിബ് രണ്ടും ഒരേപോലെയുള്ള 2 പദങ്ങളാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെ 2 അർത്ഥത്തിലാണത് പ്രയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ജിനാസുത്താം. കാരണം ആ 2 പദങ്ങളും ഒരു വ്യത്യാസമില്ല, ഒരേ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് ജിനാസുത്താം എന്നാണ് പറയാം. ജിനാസു ഗൈറുത്താം എന്ന് പറയുമ്പോഴോ? ജിനാസു ഗൈറുത്താം അപ്പൊ നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്താണത്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അവിടെ ഹുമസ ലുമസ, ആദ്യത്തെ ഓരോ ഹറഫ് 2ലും വ്യത്യാസമുണ്ട്. ഒന്നിൽ ഹു എന്നും മറ്റോടത്ത് ലു എന്നുമാണ്.
മസ മസ എന്നുള്ളത് രണ്ടിലും ഒരേപോലെയാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ കൊണ്ടുവരുന്നതിനാണ് ഇത് പറയുന്നത് ജിനാസ് ഗൈറുത്താം എന്ന് പറയുന്നത്. ജിനാസ് ഗൈറുത്താം അല്ലെ? ഇതും ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ മലയാളത്തിലും ഇങ്ങനെയൊക്കെ ചെറിയ ചില മാറ്റങ്ങളോടുകൂടി രചിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഭാഷയിലെ പദപരമായിട്ടുള്ള അലങ്കാരമാണ് ഇതൊക്കെ, അല്ലെ? പദപരമായിട്ടുള്ള അലങ്കാരമാണ് ഇതൊക്കെ. ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പോ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് പറയുമ്പോഴും, അതേപോലെ തന്നെ ഇപ്പോ മറ്റേ ഒരു ടെക്സ്റ്റൈൽസിന്റെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഫാമിലി ടെക്സ്റ്റൈൽസ്. അപ്പം എന്റെ ഇഷ്ടം എന്റെ ഫാമിലിക്കറിയാം എന്ന് ഒരു വലിയ ക്യാപ്ഷൻ ആ ഫാമിലി ടെക്സ്റ്റൈൽസിന്റെ പോസ്റ്ററിൽ കാണാം. അപ്പൊ അവിടെ വെച്ചാൽ എന്റെ ഫാമിലിക്ക് അറിയാന്ന് വെച്ചാൽ ആളുകളെ മനസ്സ് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഫാമിലി ടെക്സ്റ്റൈൽസിന് നിങ്ങളുടെ ഇഷ്ടം അറിയാം എന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യാണ് ആ ക്യാപ്ഷൻ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു ഭാഷയിലെ അലങ്കാരങ്ങളിലൂടെ ഓരോന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രയോഗങ്ങൾ നടത്തുന്നത്. ഇപ്പോ നമുക്കൊക്കെ അറിയാവുന്ന ഒന്നാണ് ഇപ്പൊ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷൻ. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. അതില് എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ പ്രധാനമന്ത്രി മത്സരിച്ചിരുന്നു അല്ലെ? സ്വന്തം തട്ടകത്തിൽ മത്സരിച്ചിരുന്നു വാരാണസിയിൽ. അപ്പൊ അവിടെ കഴിഞ്ഞ ഇലക്ഷനേക്കാളും ഈ ഒരു ഇലക്ഷൻ വന്ന സമയത്ത് എന്ത് ചെയ്തു? ഭൂരിപക്ഷത്തിൽ വൻ ഇടിവ് വന്നു. പക്ഷെ ആ ഇലക്ഷന് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? ഇന്ത്യ മൊത്തം എന്തായിരിക്കും? മോദി തരംഗമായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? നല്ല ഇടിവ് വന്നു. എന്തില്? ഭൂരിപക്ഷത്തില്. അപ്പോ മാതൃഭൂമി ന്യൂസിൽ വന്ന അതിന്റെ റിപ്പോർട്ടാണ് ഇത്. വിജയം ഉണ്ടായിട്ടുണ്ട് അല്ലെ? മോദി വിജയിച്ചിട്ടുണ്ട്. പക്ഷെ മോഡി ഇല്ലാതെ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? മോദി ജയിച്ചിട്ടുള്ളത്. അതവിടെ പ്രയോഗിച്ച് നോക്കൂ നിങ്ങൾ. മോഡി ഇല്ലാതെ മോദി ജയം ആണ്. മോദി. ഇത് നമ്മള് ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. ഇതേപോലെ നമ്മളിപ്പോ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ അറബിയിലേക്ക് എടുത്തു കൊണ്ടുവരികയാണെങ്കിൽ അറബിയിലും ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ട് ഈ ഒരു പദം ഇതേപോലെ ഒരേ രൂപത്തിൽ കൊണ്ടുവരും. അതിനാണെന്ത് പറയുന്നത്? ജിനാസ് ഗൈറുത്താം എന്ന് പറയും. ഓക്കെ, അപ്പോ ജിനാസ് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് എന്നും അതിലെ ഓരോ ഇനങ്ങളുമാണ് ഇപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, ഇതേപോലെ നമ്മളിപ്പോ ജിനാസ് പഠിച്ചതുപോലെ ഇനിയിപ്പോ ഇതിലുള്ള ഓരോ ഇനങ്ങളും ചെറിയ സിമ്പിളായ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബലാഗയിലുള്ള ഏത് വിഷയവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു മണിക്കൂറിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ അല്പസമയം മാറ്റി വെച്ചിട്ട് ഏത് വിഷയത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലും തീർച്ചയായും നമുക്ക് ഈ ഒരു അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലെ ഏത് ഭാഗങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഭാഷ പഠിക്കണമെങ്കിലും നമ്മൾ എന്താ വേണ്ടത്? അല്പസമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കേണ്ട മെത്തേഡ് അനുസരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊക്കെ ഇത് എളുപ്പത്തിൽ പഠിക്കാനും അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ലക്ഷ്യത്തിലെത്താനും സാധിക്കും. എല്ലാറ്റിലും ഉപരി നമ്മൾ പ്രവർത്തിക്കുക, അതേപോലെ തന്നെ പഠിക്കുക, അതിനോട് കൂടെ പ്രാർത്ഥന കൂടി നമ്മുടെ ഒരു ആയുധം ആണല്ലോ അല്ലെ? വിശ്വാസിയുടെ പ്രാർത്ഥന ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എന്നാലോ പ്രാർത്ഥനയായി മാത്രം നിന്നാലും പോരാ. എല്ലാവരോടും ചിലരെന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ കേട്ടത് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്റെ ജോലി ഒരു പക്ഷേ തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കേട്ടിട്ട് നേടണം, അപ്പൊ അതിനു വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്നാലോ അതുകൊണ്ട് കാര്യമില്ല. മറിച്ച് നമ്മൾ അധ്വാനിക്കുക കൂടി വേണം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? എല്ലാവരും പഠിക്കാൻ സന്നദ്ധരാവുക. അങ്ങനെ നമ്മളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. എല്ലാവരും ആ രൂപത്തിൽ ഇനിയുള്ള എക്സാമിനെ അഭിമുഖീകരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സമയം വളരെ ആക്റ്റീവായി നിന്ന എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗാഇക്കും വഇലാഹുന അത്റുക്കുക്കും ഫി റായത്തില്ലാ. എല്ലാവർക്കും വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു സെഷൻ തൽക്കാലം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.